ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായാം പതയേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. എല്ലാവർക്കും നമസ്കാരം. അധ്യാത്മ രാമായണം കിളിപ്പാട്ട് യുദ്ധകാന്ഡം ആണ് നമ്മൾ വായിക്കാനുള്ളത്. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടൂ മടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. നമ്മൾ കഴിഞ്ഞ ദിവസം ഹനുമാൻ ദിവ്യ ഔഷധങ്ങളെ കൊണ്ടുവന്ന് എല്ലാവരെയും ജീവിപ്പിച്ചതാണ് വായിച്ചത്. ഇനി മേഘനാഥവധമാണ് വായിക്കാനുള്ളത്. രാഘവന്മാരും മഹാകവിവീരരും ശോകം അകന്നു തെളിഞ്ഞു വാഴും വിധോ മർക്കട നായകന്മാരോട് ചൊല്ലിനാൻ അർക്കതനയനും അങ്കദനും തഥാ. നിൽക്കരുതാരും പുറത്തിനി വാനരരൊക്കെ കടക്ക മുറിക്ക മതിലുകൾ വയ്ക്ക ഗൃഹങ്ങളിലൊക്കവേ കൊള്ളിയും വൃക്ഷങ്ങളൊക്കെ മുറിക്ക തെരുതരെ കൂപ തടാകങ്ങൾ തൂർക്ക കിടങ്ങുകൾ ഗോപുരദ്വാരാവധി നിരത്തുക. മിക്കതുമൊക്കെ ഒടുങ്ങി നിശാചരർ ഉൾക്കരുത്തുള്ളവരിന്നു ഉണ്ടെങ്കിലോ വെന്തു പൊറാഞ്ഞാൽ പുറത്തു പുറപ്പെടും അന്തകൻ വീട്ടിനയക്കാം അനുക്ഷണം. എല്ലാവരോടും പറഞ്ഞു പെട്ടെന്ന് തന്നെ മതിലുകൾ മുറിക്കുക, വൃക്ഷങ്ങളെല്ലാം കൊള്ളികളെല്ലാം കൊണ്ട് നിരത്തുക, വാതിലുകളിലെല്ലാം കൂടെ നിരത്തി വെച്ച് തീ കത്തിക്കുമ്പോൾ വെന്ത് സഹിക്കാൻ വരുമ്പോൾ അകത്തിരിക്കുന്ന രാക്ഷസന്മാരെല്ലാം പുറത്ത് വരും. അപ്പോൾ നമുക്ക് കാലപുരിക്ക് അയക്കാം എന്നതു കേട്ടവർ കൊള്ളിയും കൈക്കൊണ്ട്, ഈ തടിയെ കൊണ്ടുവന്ന് വാതിൽ വെച്ച് കത്തിക്കുന്നതിനാണ് കൊള്ളി എന്ന് പറയുന്നത്, വലിയ വലിയ വൃക്ഷങ്ങളുടെ വിറ പോലുള്ളതൊക്കെ. എന്നതു കേട്ടവർ കൊള്ളിയും കൈക്കൊണ്ട് ചെന്നു തെരുതരെ വച്ചു തുടങ്ങിനാർ. പ്രാസാദ ഗോപുരഹർമ്മ്യ ഗേഹങ്ങളും കാശീസ കാഞ്ചന രൂപ്യ താമ്രങ്ങളും ആയുധശാലകൾ ആഭരണങ്ങളും ആയുധനങ്ങളും മദ്യനശാലയും വീടും മദ്യനശാലയും എല്ലടും വാരണവൃന്ദവും വാജി സമൂഹവും തേരുകളും ബന്ധു വീണിടുന്നു. സ്വർഗലോകത്തോളം എത്തി ദഹനനും ശക്രനോടങ്ങറിയിച്ചാൻ അനാകുലം. ദേവലോകം വരെ ഈ തീജ്വാല എത്തി. ദേവേന്ദ്രനോടൊക്കെ ഇത് അറിയിച്ചു. മാരുതി ചുട്ടതിലേറെ നന്നായി ചമഞ്ചോര് ലങ്കാപുരം ഭൂതിയായി വന്നിതു. മാരുതി ചെന്ന് മുമ്പ് ലങ്ക ചുട്ട് ഭസ്മമാക്കിയല്ലോ, അതിനുശേഷം അവർ ലങ്കയൊക്കെ നന്നായി ചമച്ച് ഒന്നുകൂടെ പുതിയതാക്കി. അത് വീണ്ടും ഇപ്പോൾ ഭൂതിയായി ചാമ്പലായി വന്നു. രാത്രിയും സ്ത്രീകൾ വെന്തലറിപ്പാഞ്ഞ് മാർത്തി മുഴുത്തു തെരുതരെ ചാകയും മാർത്താണ്ഡ ഗോത്രജനാകിയ രാഘവൻ കൂർത്തു മൂർത്തുള്ള ശരങ്ങൾ പൊഴിക്കയും ഗോത്രാരജിത്തു ജയിച്ചതും എത്രയും പാർത്തോളം അത്ഭുതമെന്നു പറകയും. രാത്രീഞ്ചരന്മാർ നിലവിളി ഘോഷവും രാത്രീഞ്ചര സ്ത്രീകൾ കേഴുന്ന ഘോഷവും വാനരന്മാർ നിന്നലറുന്ന ഘോഷവും മാനവേന്ദ്രൻ ധനുർജ്ഞാനാദഘോഷവും ഞാണൊലിയുടെ ഘോഷം, രാമന്റെ ഞാണൊലി അത്. അപ്പം വാനരന്മാരെന്താ അലർന്ന ഘോഷം, അവിടുത്തെ സ്ത്രീകൾ രാക്ഷസ സ്ത്രീകൾ കരയുന്ന ഘോഷം,
രാത്രിഞ്ചന്മാർ നിലവിളി ഘോഷം, ആനകൾ വെന്തലറിയിടുന്ന ഘോഷവും, തീ കൊണ്ട് ആനകളും കുതിരകളും എല്ലാം നശിക്കുന്നു. അപ്പോൾ അവിടെ എല്ലാം വേദനയാകുന്ന വിഷമാകുന്ന ആർപ്പുവിളി. ആനകൾ വെന്തലറിയിടുന്ന ഘോഷവും, ദീനത പൂണ്ട തുരകങ്ങൾ നാദവും, സന്തതം തിങ്ങി മുഴങ്ങി ചമഞ്ഞിതോ ചിന്തമൊഴുത്തു ദശാനന വീരനും. കുംഭകർണാത്മജന്മാരിൽ മുമ്പുള്ളൊരു കുംഭനോട് ആശു നീ പോകെന്ന് ചൊല്ലിനാൻ. കുംഭനോടെന്ന് വെച്ചാൽ നികുംഭന്മാർ ഒരു കുംഭകർണൻ്റെ മക്കളാണ്. അതിൽ മൂത്തവനാണ് കുംഭൻ. തമ്പിയായുള്ള നികുംഭനും അന്നേരം മുമ്പിൽ ഞാനെന്ന് മുതിർന്ന് പുറപ്പെട്ടാൻ ഞാനും പോകുന്നു എന്നും പറഞ്ഞ് നികുംഭനും പോയി. കമ്പനൻ താനും പ്രജംഘനും എത്രയും വൻപുള്ള യൂപാക്ഷനും ശോണിതാക്ഷനും വൻപടയോടും പുറപ്പെട്ടു ചെന്നളവാം ഇമ്പങ്കലം നടത്താർ കവിവീരരും. രാത്രിയിൽ ആർത്തങ്ങടുത്തു പൊരുതൊരു രാത്രിചരന്മാർ തെരുതരെ ചാകയും, കൂർത്ത ശസ്ത്രാസ്ത്രങ്ങൾ കൊണ്ട് കവികളും ഗാത്രങ്ങൾ ഭേദിച്ചു ധാത്രിയിൽ വീഴുകയും, ഏറ്റുപിടിച്ചും ഇടിച്ചും അടിച്ചും അങ്ങൂറ്റം നടിച്ചും പൊടിച്ചും പരസ്പരം ചീറ്റം മുഴുത്തു പറിച്ചും മരാമരം തോറ്റുപോക എന്ന് ചൊല്ലി അടുക്കയും, വാനര രാക്ഷസന്മാർ പൊരുതാരാഭിമാനം നടിച്ചും ത്യജിച്ചും കളേബരം 4-5 നാഴിക നേരം പൊരുതപ്പോൾ കാലപുരി പുക്കിതേറ്റ രക്ഷോഗണം. 4-5 നാഴിക ഇങ്ങനെ നിന്നപ്പോൾ കാലപുരി പുക്കിതേറ്റ രക്ഷോഗണം. കുറേ പേര് അങ്ങനെ പോയി. കമ്പനൻ വൻപോടെടുത്താൻ അതുനേരം അമ്പുകൊണ്ട് ഏറ്റവും അകന്നു കവികളും. കമ്പം കലർന്നൊഴിച്ചാൽ അത് കണ്ടത് ജംഭാരി നന്ദനപുത്രനും കോപിച്ചു. കമ്പനൻ തന്നെ വധിച്ചോരനന്തരം പിൻപേ തുടർന്നങ്ങടുത്താൻ പ്രജംഘനും. യൂപാക്ഷനും തഥാ ശോണിത നേത്രനും കോപിച്ചടുത്താൽ അതുനേരം അങ്കദൻ കൗണവന്മാർ മൂവരോടും പൊരുതാതിക്ഷീണനായി വന്നിതു ബാലിതനയനും. ഒരുത്തൻ തന്നെ, അത് അങ്കദൻ മാത്രം 3 പേരുടെ പൊരുതിയപ്പോൾ ക്ഷീണിച്ചു. ആരാ? ഈ അങ്കദൻ. മൈന്ദനും ആശു വിവിധനുമായി തത്രമന്തേതരം വന്നെടുത്താർ അതുനേരം. കൊന്നാൻ പ്രജംഘനെ താരയനുമഥ പിന്നെ ഔവണ്ണം വിവിധൻ മഹാബലൻ. കൊന്നാൻ പ്രജംഘനെ താരേയനും അധ പിന്നെ ഔവണ്ണം വിവിധൻ മഹാബലൻ കൊന്നിതു ശോണിത നേത്രനെയും അധ മൈന്ദനും യുവാക്ഷനെ കൊന്നു വീഴ്ത്തിനാൻ. നക്തഞ്ചര വരന്മാരവർ 4 മൃത്യുപുരം പ്രവേശിച്ചോരനന്തരം. കുംഭനണഞ്ഞു ശരം പൊഴിച്ചിടിനാൻ വൻപരാം വാനരന്മാരൊക്കെ മണ്ടിനാർ. സുഗ്രീവനും തേരിലാമാറു ചാടി വീണു ഉഗ്രതയോട് അവൻ വിൽ കളഞ്ഞിടിനാൻ. മുഷ്ടിയുദ്ധം ചെയ്തു നേരത്തു കുംഭനെ പെട്ടെന്നെടുത്തെറിഞ്ഞിടിനാൻ അബ്ധിയിൽ. വാരാനിധിയും കലക്കി മറിച്ച് അതിഘോരനാം കുംഭൻ കരേറി വന്നിടിനാൻ. കുംഭനെ എടുത്ത് അബ്ധിയിൽ സമുദ്രത്തിലിട്ട് അവിടെ കലക്കി മറിച്ചിട്ട് തിരിച്ചു കയറി വന്നു. അപ്പോൾ സുഗ്രീവന് ദേഷ്യം വന്നു സൂര്യാത്മജനും അത് കണ്ടു കോപിച്ചു സൂര്യാത്മജാലയത്തിന് അയച്ചിടിനാൻ. യമപുരിയിലേക്ക് അയച്ചു. ആ കലക്കി മറിച്ച് കയറി വന്ന് ആരെയാ? കുംഭനെ. ഇനി നികുംഭനാണ് ഇനിയുള്ളത്. സുഗ്രീവൻ അഗ്രജനെ കൊന്ന നേരം അത്യുഗ്രൻ നികുംഭൻ പരിഹവുമായപ്പോൾ ജ്യേഷ്ഠനായ കുംഭനെ കൊന്നപ്പോൾ അത്യുഗ്രനായ നികുംഭൻ പരിഹവുമായുടൻ സംഹാരരുദ്രനെ പോലെ രണാജിരെ സിംഹനാദം ചെയ്തടുത്താൻ അതുനേരം അനുജൻ. സുഗ്രീവനെ പിന്നിലിട്ടു വാതാത്മജൻ അഗ്രേ ചെറുത്താൻ നികുംഭനെ തൽക്ഷണേ. മാരുതി മാറിൽ അടിച്ചാൻ നികുംഭനും പാരിൽ നുറുങ്ങി വീണു തൽപരിഘവും. ഉത്തമാംഗത്തെ പറിച്ചെറിഞ്ഞാൻ അതിക്രുദ്ധനായ ഒരു ജഗൽപ്രാണപുത്രനും പേടിച്ചു മണ്ടിനാർ. ശേഷിച്ച രാക്ഷസർ കൂടെ തുടർന്നടുത്താർ കവിവീരരും. ലങ്കയിൽ പുക്കടച്ചാർ അവരും ചെന്നു ലങ്കേശനോടറിയിച്ചാർ അവസ്ഥകൾ. കുംഭാദികൾ മരിച്ചോരു ദന്തം കേട്ടു. കുംഭനും നികുംഭനൊക്കെ മരിച്ചതിൻ്റെ വാർത്ത, ദന്തം, മരിച്ചോരു ദന്തം കേട്ട് ജംഭാരി വൈരിയും ഭീതി പൂണ്ടിയിടിനാൻ. അത് ഇന്ദ്രജിത്തിന് ഭയമായി. പിന്നെ ഖരാത്മജനാം മകരാക്ഷനോട് അന്യൂന കോപേന ചൊന്നാൻ ദശാനനൻ. ചെന്നു നീ രാമാദികളെ ജയിച്ചിങ്ങി വന്നിടുകെന്ന നേരം മകരാക്ഷനും തന്നെ സൈന്യസമേതം പുറപ്പെട്ടു
സന്നാഹമോടു അടുത്തു രണാങ്കണി. പന്നക തുല്യങ്ങളായ ശരങ്ങളെ വന്യകീലാകാരമായി ചൊരിഞ്ഞിടിനാൻ. പന്നക തുല്യങ്ങളായ ശരങ്ങളാണ്, തീജ്വാലയുടെ രൂപത്തിലാണ് അത് ചൊരിഞ്ഞിടിനാൻ. അഗ്നി പോലെ വരുന്ന ശരങ്ങളാണ്. നിന്നുകൂടാഞ്ഞു ഭയപ്പെട്ടു വാനരർ. അത്രമാത്രം തീജ്വാലല്ലേ, അപ്പോൾ അവിടെ നിൽക്കാൻ പറ്റത്തില്ല, ചൂടല്ലേ. നിന്നുകൂടാഞ്ഞു ഭയപ്പെട്ടു വാനരർ ചെന്ന അഭയം തരികെന്നു രാമാന്തികെ നിന്നു പറഞ്ഞതു കേട്ടളവേ രാമചന്ദ്രൻ വില്ലും കുഴിയേ കുലച്ചുടൻ. വില്ലാളികളിൽ മുമ്പുള്ളവൻ തന്നോട് നില്ലെന്നണഞ്ഞു ബാണങ്ങൾ തൂകിടിനാൻ. ഒന്നിനൊന്നൊപ്പമായി എഴുതാൻ മകരാക്ഷനും ഭിന്നമായി ശരീരം കമലാക്ഷനും. അന്യോന് ഒപ്പം പൊരുതു നിൽക്കുന്നേരം ഒന്ന് തളർന്നു ചമഞ്ഞു ഖരാത്മജൻ. അപ്പോൾ കൊടിയും കുടയും കുതിരയും തൽപ്പാണി തന്നിലിരുന്ന ഒരു ചാപവും തേരും പൊടിപ്പെടുത്താൻ എയ്തു രാഘവൻ. സാരഥി തന്നെയും കൊന്നാൻ അതു നേരം. പാരിലാമാറു ചാടി ശൂലവും കൊണ്ട് പാരം അടുത്ത മകരാക്ഷനെ തഥാ പാവകാസ്ത്രം കൊണ്ട് ഖണ്ഡവും ഛേദിച്ചു ദേവകൾക്ക് ആപത്തു മുട്ടു തീർത്തിടിനാൻ. രാവണി താനതറിഞ്ഞു കോപിച്ചു വന്നേവരെയും പുരുതാശു പുറത്താക്കി. രാവണനോടറിയിച്ചാൻ അതു കേട്ടു ദേവകുലാന്തനാകിയ രാവണൻ. ഈ 7 ലോകം നടുങ്ങും പടി പരിചാരകന്മാരോടും കൂടി പുറപ്പെട്ടാൻ. അപ്പോൾ അത് കണ്ടു മേഘനിനാഥനും തൽപാദയുഗ്മം പടിഞ്ഞു ചൊല്ലിയിടിനാൻ. അങ്ങനെ രാവണൻ 7 ലോകം നടുങ്ങുംപടി പരിചാരന്മാരോടെല്ലാം ഇങ്ങനെ പുറപ്പെട്ടപ്പോൾ മകനായ മേഘനാഥൻ രാവണന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചിട്ട് പറഞ്ഞു, തൽപാദയുഗ്മം പണിഞ്ഞ് ചൊല്ലിയിടിനാൻ. ഇപ്പോൾ അരികളെ നിഗ്രഹിച്ച്, അത് മേഘനാഥൻ പോയി ചെന്ന് ഇവരൊക്കെ നിഗ്രഹിക്കാം. ഉൾപ്പൂവിലുണ്ടായ സങ്കടം പോക്കുവൻ, അതായത് പിതാവിൻ്റെ ഉള്ളിലുള്ള സങ്കടമൊക്കെ പോക്കൂ. അന്തഃപുരം ബുക്കിരുന്ന് അരുളിയിടുക സന്താപമുണ്ടാകരുത് ഇതു കാരണം. ഇതുകൊണ്ട് സന്താപം വിഷമമുണ്ടാകണ്ട, അന്തഃപുരത്തിൽ പോയി വിശ്രമിക്കൂ. അടിയൻ, അതായത് മേഘനാഥൻ എല്ലാവരെയും ശരിയാക്കിയിട്ട് വരാം. അങ്ങനെ പിതാവല്ലേ. ഇത്തം പറഞ്ഞു പിതാവിനെ വന്ദിച്ചു വൃത്രാരിജിത്തും പുറപ്പെട്ടു പോരിനായി. അപ്പോൾ അതിൻ്റെ കൂടെ ഇന്ദ്രജിത്തും പുറപ്പെട്ടു, മേഘനാഥൻ്റെ കൂടെ ഇന്ദ്രജിത്തും കൂടെ പുറപ്പെട്ടു. വൃത്രാരിജിത്ത്, ഇന്ദ്രജിത്ത്. ഇന്ദ്രനെ ജയിച്ചതുകൊണ്ട് വൃത്രാരിയാണ് ഇന്ദ്രൻ. ഇന്ദ്രൻ ജയിച്ചതുകൊണ്ടാണ് ഇയാൾക്ക് വൃത്രാരി എന്ന പേര് വന്നത്. വൃത്രാരി, വൃത്തൻ്റെ അരി, ശത്രു, അല്ലെങ്കിൽ ഇന്ദ്രജിത്ത്, ഇന്ദ്രനെ ജയിച്ചവൻ. അങ്ങനെ അതിന് രാവണി എന്നും വിളിക്കും അയാളെ. അപ്പോൾ യുദ്ധം പറഞ്ഞു പിതാവിനെ വന്ദിച്ച് വൃത്രാരജിത്തും പുറപ്പെട്ടു പോരിനാ യുദ്ധോ ഉദ്യമം കണ്ട സൗമിത്രി ചെന്ന് കാകുൽസ്ഥനോടിത്തം ഉണർത്തിച്ച് അരുളിനാൻ. ഇങ്ങനെ ഇവരുടെ യുദ്ധത്തിൻ്റെ ഈ യുദ്ധോദ്യമം കണ്ടപ്പോൾ ലക്ഷ്മണന് മനസ്സിലായത് അപകടം പിടിച്ചൊരു യുദ്ധമാണെന്ന്. കാരണം മറഞ്ഞു നിന്നിട്ട് ഇവർ രണ്ടും കൂടെ, മേഘനാഥനും ഈ രാവണിയും കൂടെ. അപ്പോൾ കാകുൽസ്ഥനോട് ആര് ചെന്ന് ഇത് ലക്ഷ്മണൻ കണ്ടിട്ട് നമ്മുടെ ശ്രീരാമ ഭഗവാനോട് ചെന്ന് പറഞ്ഞു. കാകുൽസ്ഥൻ എന്ന് പറഞ്ഞാൽ ശ്രീരാമൻ. കാകുൽസ്ഥനോട് യുദ്ധം ഉണർത്തിച്ചരുളിനാൻ. നിത്യം മറഞ്ഞു നിന്നിങ്ങനെ രാവണപുത്രൻ കവിവരന്മാരെയും നമ്മയും അസ്ത്രങ്ങൾ ഏതുടൻ അന്തം വരുത്തുന്നത് എത്ര നാളേക്ക് പൊറുക്കണം എന്നിങ്ങനെ. എത്ര നാൾ ഇങ്ങനെ പൊറുക്കാൻ പറ്റിയ ഒരു രഹസ്യം ഒളിച്ചു നിന്ന് മറഞ്ഞു നിന്നിങ്ങനെ അമ്പ് ചെയ്യുന്നത് എത്ര നാൾ നമ്മളിങ്ങനെ സഹിക്കും? അതുകൊണ്ട് ബ്രഹ്മാസ്ത്രം ചെയ്തു നിശാചരന്മാർ കുല ഉന്മൂലനാശം വരുത്തുക സത്വരം. അതുകൊണ്ട് ഇവരെ ബ്രഹ്മാസ്ത്രം ചെയ്ത് അവരെ വധിക്കൂ എന്ന് ശ്രീരാമനോട് ലക്ഷ്മണൻ പറഞ്ഞു. അപ്പോൾ ലക്ഷ്മണനോട് എന്താ പറയുന്നേ ശ്രീരാമൻ? സൗമിത്രി ചൊന്ന വാക്കിങ്ങനെ കേട്ടഥ. അവരെ ബ്രഹ്മാസ്ത്രം ചെയ്ത് നശിപ്പിക്കാൻ പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു, സൗമിത്രി ചൊന്ന വാക്ക് ഇങ്ങനെ കേട്ടിട്ട് അഥ രാമഭദ്രസ്വാമി താനും അരുൾ ചെയ്തു, ആയോധനത്തിങ്കൽ ഓടുന്നവരോടും, അതായത് യുദ്ധത്തിൽ പേടിച്ച് ഓടും, ഭയന്ന് ഓടും അവരോടും, ആയുധം പോയവരോടും, ആയുധം കയ്യിൽ നിന്ന് പോയാൽ എന്ത് ചെയ്യും? അവരും ഓടും. അപ്പം ആയുധം കയ്യില്ലെങ്കിൽ അവർ നിന്ന് പോകാനേ പറ്റും. അവർ ഒന്നും പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ ആയുധം കയ്യിലില്ലെങ്കിൽ എന്ത്? അവരോടും. വിശേഷിച്ച് നേരെ വരാതവരോടും നേരെ നിൽക്കാൻ കെപ്പില്ല, ഒളിച്ചു നിന്ന്. അതാണ് ഇവിടെ കാണിച്ചത്. ഈ മേഘനാഥനും രാവണിയും മറഞ്ഞു നിന്ന് ചെയ്യുന്നത്. അതുകൊണ്ട് അവരോടും. അപ്പോൾ മനസ്സിലാക്കണം, നേരെ വരാത്തവരോടും, ഭയം കൊണ്ട് പാതാന്തികെ വന്ന് വീഴുന്നവരോടും, അതായത് ഭയം കൊണ്ട് എന്നെ യുദ്ധം ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു രക്ഷയില്ലെങ്കിൽ വന്ന് ശത്രുവിൻ്റെ ഭാഗത്ത് നിന്ന് വേണ്ടി എന്നെ രക്ഷിക്കണേ എന്ന് പറയും. അവരെയും പിന്നെ ഒന്നും ചെയ്തുകൂടാ, അഭയം തേടി വരുന്നവരല്ലേ. അതുകൊണ്ട് ശ്രീരാമൻ ഇങ്ങനെ ഉപദേശം കൊടുത്ത്,
സൗമിത്രിയോട് പറഞ്ഞു, ആയോധനത്തിങ്കിൽ ഓടുന്നവരോടും ആയുധം പോയവരോടും വിശേഷിച്ച് നേരെ വരാതവരോടും ഭയം പൂണ്ട് പാതാന്തികെ വന്ന് വീഴുന്നവരോടും പൈതാ മഹാസ്ത്രം പ്രയോഗിക്കരുതടോ. ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചുകൂടാ. പൈതാ മഹാസ്ത്രം പ്രയോഗിക്കരുതടോ, പാതകമുണ്ടാം, അത് പാപമാണ് എന്ന് അനുജന് പറഞ്ഞു കൊടുത്ത്. അവർ മറഞ്ഞെന്ന് ചെയ്തപ്പോൾ ലക്ഷ്മണന് വിഷമം. ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാകുന്നു, കുരങ്ങന്മാരൊക്കെ മരിക്കുന്നു ഇവൻ്റെ ഈ മറഞ്ഞു നിന്നുള്ള യുദ്ധം കണ്ടപ്പോൾ. അപ്പോൾ സഹിക്കാൻ വയ്യാതെ പറഞ്ഞതാ ജ്യേഷ്ഠനോട്, രാമനോട്. അപ്പോൾ ഭഗവാൻ പറയുന്നത് ഇങ്ങനെയാണ്, ഒരിക്കലും അത് പാടില്ല, അത് ബ്രഹ്മാസ്ത്രം, മറ്റെന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ളത് അയച്ചുകൂടാ, അത് പാപമാണ്. അതല്ലെങ്കിൽ എന്തു വേണം? ഞാൻ ഇവനോട് പോർ ചെയ്യുവൻ എല്ലാവരും ദീനത എന്നീയെ കണ്ടു നിന്നിടുവൻ, ഞാൻ ഇവരോട് തന്നെ പോര് ചെയ്യാം, അത് നിങ്ങൾ കണ്ടോളൂ. ബ്രഹ്മാസ്ത്രം അല്ലാതെ ഞാൻ ഇപ്പം ചെയ്യാൻ പോണ എന്താ നിങ്ങൾ കണ്ടോളൂ. ഭഗവാൻ പറഞ്ഞു, ഞാനിപ്പം ചെയ്യാം, അവരോട് പൊരുതാം എന്നരുൾ ചെയ്ത് വില്ലും കുല ചന്തികേ സന്നദ്ധനായ അത് കണ്ടൊരു രാവണി. അപ്പം ഭഗവാൻ ഇങ്ങനെ നിന്നപ്പോൾ രാവണി, അത് ഇന്ദ്രജിത്ത്, തൽക്ഷണേ ചിന്തിച്ചു കൽപ്പിച്ചു ലങ്കയിൽ പുക്ക് മായാസീതയെ തേരിൽ വച്ചുടൻ പശ്ചിമഗോപുരത്തോടെ പുറപ്പെട്ടു. നിശ്ചലനായി നിന്ന നേരം കവികളും, അതായത് ഒരു സീതയുടെ രൂപമൊക്കെ ഉണ്ടാക്കി മായ കൊണ്ട്, മാരീചൻ എങ്ങനെ വന്നേ അതുപോലെ ഈ രാവണന്മാരെ വിചാരിക്കുമ്പം അങ്ങനെ ഉണ്ടാകുക. അങ്ങനെ സീതയെ തേരിൽ വച്ചിട്ട് അവർ പശ്ചിമഗോപുരത്തോടെ അങ്ങ് പുറപ്പെട്ടിട്ട് നിശ്ചലനായി നിന്ന നേരം കവികളൊക്കെ നിശ്ചലമായി നിന്നു, കാരണം സീതയാന്ന് കരുതിപ്പോയി. നിശ്ചലനായി നിന്ന നേരം കവികളും തേരിൽ സീതയെ കണ്ട് ദുഃഖിച്ചു. യഥാർത്ഥമാണെന്ന് കരുതി അവരെല്ലാവരും പേടിച്ചും വിഷമിച്ചും ദുഃഖിച്ചും. മാരുതി താനും പരവശനായതു, ഹനുമാൻ പോലും അത് കണ്ടിട്ട് വിഷമമായി. വാനര വീരെല്ലാവരും കാണവേ ജാനകി ദേവിയെ വെട്ടിനാൻ നിർദ്ദ, എല്ലാവരും കാണേ ആ ദേവിയെ വെട്ടി. യഥാർത്ഥമായതല്ല, പക്ഷേ ഇവർക്ക് അങ്ങനെ പറയാൻ നോക്കൂ. ഇവരെ കാണുമ്പോൾ ദേവിയായിട്ടാണ് തോന്നുന്നത്. അങ്ങനെ എല്ലാവരും കാണേ ഈ ജാനകി ദേവിയെ വെട്ടി, മായ കൊണ്ട് ആ മായയായിട്ട് കാണിച്ചു. എന്നിട്ട് അപ്പം കരയുന്നു ദേവി എങ്ങനെ, അയ്യോ വിഭോ രാമ രാമേതി വാവിട്ടു മയ്യൽ മിഴിയാൾ മുറവിളിച്ചിടിനാൾ. യഥാർത്ഥമായി അങ്ങ് വിളിക്കാനും മാരീചനെ കൊന്നിട്ട് മാരീചൻ അങ്ങ് രാമൻ വിളിക്കുന്നതായിട്ട് വിളിച്ചില്ലേ ലക്ഷ്മണൻ കേൾക്കാൻ ചെല്ലാനായിട്ട്. അപ്പോൾ സീത ഒറ്റയ്ക്കാവും, അപ്പോൾ ഇനി ദുഷ്ടന് കൊണ്ടുപോകാം. അപ്പോൾ രാമൻ്റെ വിളി പോലെയാണ് മാരീചൻ വിളിച്ചത്, അതുപോലെ ഇവിടെ സീതയായിട്ടങ്ങ് വിളിക്കുക. അപ്പോൾ എന്താ, അതെല്ലാം മായയാണ്. മയ്യൽ മിഴിയാൾ മുറവിളിച്ചിടിനാൾ ചോരയും പാരിൽ പരന്നത് അത് കണ്ട് മാരുതി ജാനകി എന്ന് തേറിയിടിനാൻ. അങ്ങനെ കൂടെ രക്തോടെ കണ്ടപ്പോഴത്തേക്ക് യഥാർത്ഥത്തിൽ സീതയാന്ന് കരുതി ഹനുമാൻ. ശോഭയില്ലേതും നമുക്കിനി യുദ്ധത്തിന് ആപത്തിതിൽ പരം എന്തുള്ളത് ഈശ്വര. നമ്മൾ എന്തിനാ ഇവർ യുദ്ധം ചെയ്തത്? സീതയ്ക്ക് വേണ്ടിയല്ലേ. അപ്പോൾ ഇപ്പോൾ സീതയെ വധിച്ചെന്നുകൂടായപ്പോൾ പിന്നെ ഇനി എന്താ പറയാ, ഇതിൽ കൂടെ ഇനി എന്താ വരാനുള്ളത്? അതുകൊണ്ട് ശോഭയില്ലേതും നമുക്കിനി യുദ്ധത്തിന് ആപത്തിതിൽ പരം എന്തുള്ളത് ഈശ്വര, ഇതിൽ പരം എന്താ ആപത്താ ഉള്ളതെന്ന് ഹനുമാൻ ഇങ്ങനെ ചിന്തിച്ചു. നാം ഇനി വാങ്ങുക സീതാവധം മമ സ്വാമി തന്നോട് ഉണർത്തിപ്പാൻ കവികളെ. കുരങ്ങന്മാരെ, നമുക്ക് അതായത് ശ്രീരാമനെ പോയി പറയാം, നാമിനി വാങ്ങുക, തിരിച്ചു പോയി ശ്രീരാമനോട് വന്ന് പറയാം സീതയുടെ വധം. കവികളെ, കുരങ്ങന്മാരെ, ശാഖാമൃഗാധിപന്മാരെയും വാങ്ങിച്ച് ശോക ആതുരനായ മാരുതനന്ദനൻ. അങ്ങനെ ശാഖാമൃഗങ്ങളെല്ലാം വാങ്ങിച്ചത് അവരെല്ലാം തിരിച്ചു വിളിച്ചു, പോകാം, ഇനിയിപ്പോൾ അവിടെ നിന്നിട്ട് കാര്യം എന്താ, ഇനി യുദ്ധത്തിന് കാരണമില്ലല്ലോ. അതുകൊണ്ട് ശോകാതുരനായ അത്രമാത്രം വിഷമത്തോടെ എല്ലാവരെയും വിളിച്ചുകൊണ്ട് തിരിച്ചു പോകുക മാരുതൻ. അന്നേരം അങ്ങനെ ചെല്ലെന്ന് അത് കണ്ടു രാഘവനും തഥാ. എന്താ ഇവർ ദൂരം നിന്ന് ഇങ്ങനെ വരുമ്പോഴേ ഹനുമാൻ എന്താ തിരിച്ചു വരുന്നതെന്ന് ശ്രീരാമൻ ചിന്തിക്കുന്നു. കാരണം യുദ്ധത്തിൽ നിന്നും മടങ്ങി വരുന്ന ഒരാളല്ല, ഒരിക്കലും പിന്മാറുന്ന ആളല്ല. എന്താ പറ്റിയെന്ന് ശ്രീരാമൻ ഈ ഹനുമാൻ വരുന്നത് കണ്ടപ്പോഴേ ശ്രീരാമൻ ചിന്തിക്കുന്നു. ഇവർ ചെല്ലുന്ന അത് കണ്ടു രാഘവനും തഥാ ചൊല്ലിനാൻ ജാമ്പവാൻ തന്നോട് സാകുലം. അത് ഹനുമാൻ ആകുലത്തോടെ വരുന്നതാണല്ലേ എന്ന് ആരോട് പറയുന്നു? ബ്രഹ്മാവിൻ്റെ പുത്രനാ ജാമ്പവാനോട് പറയുന്നു. എനിക്ക് ചിലപ്പം തിരിഞ്ഞ് ജാമ്പവാൻ ബ്രഹ്മാവിൻ്റെ പുത്രൻ. എന്നാൽ കഴിഞ്ഞ ദിവസം നീലൻ എന്ന് പറഞ്ഞത് ഞാൻ ബ്രഹ്മാവിൻ്റെ പുത്രൻ, അഗ്നിയുടെ പുത്രനാണ് നീലൻ. അപ്പോൾ ഞാനത് ബ്രഹ്മാവിൻ്റെ പറഞ്ഞു. പക്ഷെ പിന്നെ ഞാനത് വെട്ടിക്കളയാനൊന്നും നമുക്ക് ഒന്നിന്ന് അഴിക്കാൻ ഭയങ്കര പാടാണ്, മൊത്തം മാറ്റിയിട്ട് വേറെ ഇടാൻ. 1 മണിക്കൂർ പുറത്തുണ്ട്, അതുകൊണ്ട് ഒരു തെറ്റ് വന്നാൽ നമുക്ക് തിരുത്താനൊന്നും പറ്റത്തില്ല, പാടാം അത്. ചിലർക്ക് ഇതിനൊക്കെ മാർഗ്ഗങ്ങളുണ്ട്, ഇത് അത്രയും മാത്രം വെട്ടിക്കളഞ്ഞിട്ട് ഇടുക എന്നൊക്കെ ഉണ്ട്. എനിക്കിതൊന്നും അറിയത്തില്ലല്ലോ, അതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കും. നമ്മൾ പറയുന്ന വാക്കുകൾ നമ്മൾ തെറ്റിപ്പോവും, അത് പ്രായം അങ്ങനത്തെ. അതുകൊണ്ട് ഒരു മകൻ പറഞ്ഞത് സത്യമാണ്, ഇത് എനിക്കിനി പറ്റിയതല്ല, നിങ്ങളിനി ഇത് ചെയ്യണമെന്നില്ല. കാരണം ഇങ്ങനെ മൂക്കടപ്പും
തൊണ്ടക്കുഴിയിൽ കഫം കെട്ടക്കോ ഇതൊക്കെ ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ എപ്പോഴെപ്പോഴും ആക്കിക്കൊണ്ടിരിക്കണം. അതാണ്, അങ്ങോട്ടും പോവുകയില്ല ഇങ്ങോട്ടും പോകില്ല. അപ്പോൾ ആ ദുഃഖമല്ലേ കാണുന്നവർക്ക്, വിഷമമല്ലേ. സ്നേഹമുള്ളൊരു മകനായിരിക്കും അങ്ങനെ പറയാം, ഇനിയിപ്പോൾ ഇങ്ങനെ ഇത് ചെയ്യണമെന്നില്ലല്ലോ, വായിച്ചുകൊണ്ട് വീട്ടിലൊക്കെ ഇരുന്നാൽ പോരെ എന്നൊരു കമൻറ്റ്സ് എനിക്ക് വന്നായിരുന്നു. എനിക്കറിയാം കേൾക്കുന്നവർക്ക് അത് ഇഷ്ടപ്പെടത്തില്ലെന്ന്. എനിക്ക് പോലും ഇഷ്ടപ്പെടത്തില്ല മറ്റുള്ളവർ ഇങ്ങനെ എന്നൊക്കെ ആക്കി. പക്ഷേ എൻ്റെ മക്കൾക്ക് ഇതറിയാം. ഞാൻ 1.5 വർഷം കൊണ്ട് 2 വർഷം കൊണ്ട് ഇടുന്നുണ്ട്. എൻ്റെ ദുഃഖങ്ങളും എൻ്റെ രോഗങ്ങളും വിഷമങ്ങളെല്ലാം അവർക്കറിയാം. അതുകൊണ്ട് ആ മക്കൾ ഇതെല്ലാം എൻ്റെ മക്കൾ സഹിക്കും. മക്കൾക്കതറിയാം. അമ്മമാർക്ക് എന്ത് വിഷമം വന്നാലും അത് മക്കൾ സഹിക്കുന്നവരാ. അതാണ് യഥാർത്ഥ മക്കൾ. അതാണ് സ്നേഹം. അമ്മയും മക്കളുള്ള സ്നേഹം അത് വലുതാണ്. അത് ആർക്കും അങ്ങനെ കിട്ടത്തില്ല, വലിയ പാടാ. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇത് ജാമ്പവാൻ എന്തിനാ ഇങ്ങനെ. ജാമ്പവാനോട് ഭഗവാൻ പറഞ്ഞു, ആകുലത്തോടെ വരുന്നല്ലോ ഹനുമാൻ, എന്താ കാരണം? സാകുലം, വിഷമത്തോട്. മാരുതി എന്തു കൊണ്ട് ഇങ്ങോട്ട് പോകുന്നത്? അപ്പം ഹനുമാൻ എന്താ ഇങ്ങോട്ട് വരുന്നു? മാരുതി ഹനുമാൻ ഇന്ന് പോരിൽ പുറം തിരിഞ്ഞിടുമാറില്ലവൻ, അവൻ യുദ്ധത്തിൽ തിരിയുന്നവനല്ല. നീ കൂടെ അങ്ങ് ചെന്നിടുക സത്വരം. അതുകൊണ്ട് ജാമ്പവാനെ നീ കൂടെ അങ്ങോട്ട് ചെല്ലൂ, എന്തെന്നറിയട്ടെ. അതുകൊണ്ട് ഭഗവാൻ ദൂരെ നിന്ന് ഹനുമാൻ വരുന്നപ്പോഴേ പറയുന്നു, നീ കൂടെ അങ്ങോട്ട് ചെല്ല്. ലോകേശനന്ദന പാർക്കരുത്, പെട്ടെന്ന് ചെല്ലൂ. ലോകേശനന്ദന അത് ബ്രഹ്മാവിൻ്റെ മകനെ, പെട്ടെന്ന് തന്നെ ചെല്ലൂ എന്ന് ശ്രീരാമൻ ആരോടാ? ഈ ജാമ്പവാനോട് പറഞ്ഞു. യുദ്ധം ആകർണ്യ വിധിസുതനും കപിസത്തമന്മാരുമായി ചെന്നു ലഘുതരം. അപ്പോൾ വിധിസുതനും, ഇത് ബ്രഹ്മാവാണ് വിധി, വിധാതാവിന് വിധി എന്ന് പറയും. വിധാതാവ് ബ്രഹ്മാവാണ്, ബ്രഹ്മാവിൻ്റെ സുതനാണ്. അപ്പോൾ ആ ജാമ്പവാനും മറ്റ് കവികളും എല്ലാവരും കൂടെ അങ്ങോട്ട് ചെന്നു, ഹനുമാൻ അടുക്കലോട്ട് അങ്ങോട്ട് ചെന്നു. എന്തുകൊണ്ടിങ്ങു വാങ്ങി പോന്നിത് ഭവാൻ, ബന്ധം അങ്ങോട്ട് തന്നെ നടക്കാം. നീ എന്തിനാ ഇങ്ങോട്ട് വരുന്ന ഹനുമാനെ? നമുക്ക് അങ്ങോട്ട് തന്നെ പോകാം, അവിടോട്ടല്ലേ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, അങ്ങോട്ട് തന്നെ പോകാം എന്ന നേരം മാരുതാത്മജൻ ചൊല്ലിനാൻ, ഇന്നു പേടിച്ച് വാങ്ങിയിടുക ഇല്ല. ഞാനിങ്ങനെ പേടിച്ച് വന്നതല്ല, യുദ്ധത്തിൽ ഭയന്ന് വന്നതല്ല എന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ, എന്ന നേരം അതായത് അങ്ങോട്ട് നടക്ക എന്ന് പറഞ്ഞപ്പോൾ നീ എന്ന നേരം മാരുതാത്മജൻ ചൊല്ലിനാൻ, നിന്ന് പേടിച്ച് വാങ്ങിയിടുകയില്ല ഞാൻ. ഉണ്ടൊരവസ്ഥയുണ്ടായിട്ട് ഇത് ഇപ്പോഴേ ചെന്ന് ജഗൽ സ്വാമിയോട് ഉണർത്തിക്കണം. ഒരു കാര്യം, ഒരവസ്ഥയുണ്ടായത് ഇപ്പോഴേ തന്നെ ശ്രീരാമഭഗവാനോട് ചെന്ന് പറയണം. പോരിക നീ ഇങ്ങോട്ടിനി എന്നുടൻ മാരുതി ചൊന്നത് കേട്ട് അവൻ താനുമായി ചെന്ന് തൊഴുത് ഉണർത്തിച്ചതു. അങ്ങനെ ജാമ്പവാൻ തിരിച്ചു പോരുന്നു ശ്രീരാമണ്ടക്കിലേക്ക്. ഹനുമാൻ ഇവരോട് വന്നിട്ട് മൈഥിലി, അതായത് സീതയുടെ തന്നുടെ നാശവൃത്താന്തം എപ്പോഴുമേ മോഹിച്ച് ഭൂമിയിൽ വീണു. രഘൂത്തമൻ സൗമിത്രിതാൻ വന്നേരം തിരുമുടി. അപ്പം ഇത് ഈ മൈഥിലിയുടെ ചെന്ന് ഉണർത്തിച്ചെന്താ സീതയെ വധിച്ചു എന്ന് ചെന്ന് പറഞ്ഞു. ഉണർത്തിച്ചു എന്ന് പറഞ്ഞാൽ പറഞ്ഞെന്നർത്ഥം. ചെന്ന് തൊഴുത് ഉണർത്തിച്ചു. മൈഥിലി സീതയുടെ കാര്യം ഉണർത്തിച്ചു പറഞ്ഞു. അപ്പോഴെന്തു വന്നു? തന്നോട് നാശവൃത്താന്തം എപ്പേരുമേ മോഹിച്ച് ഭൂമിയിൽ വീണു. ശ്രീരാമൻ അപ്പോഴെ തന്നെ ബോധം കെട്ട് വീണു. സൗമിത്രി താൻ വന്നേരം തിരുമുടി ഭഗവാൻ തലയെടുത്ത് ചെന്ന് മടിയിലെടുത്ത് ചേർത്തിടിനാൻ. ശ്രീരാമൻ്റെ തലയെടുത്ത് ഇരുന്ന് മടിയിൽ വെച്ചു ലക്ഷ്മണൻ. മന്നവൻ തൻ പദ അഞ്ജനാപുത്രനും, അതായത് ഭഗവാന്റെ പാദങ്ങൾ ഇവിടെ കൊണ്ടുവച്ചു. ഹനുമാനും എടുത്തു വെച്ചു. തറയിൽ കിടക്കുമല്ലേ, രണ്ടുപേരും രണ്ടറ്റത്തായിട്ട് തലയും പാദവും എടുത്ത് അവരുടെ മടിയിൽ വെച്ചു. ഉത്സംഗ സീമനിയെ ചേർത്താൻ അത് കണ്ട് നിസഞ്ചരായൊക്കവേ നിന്നു. കവികൾ ഇതെല്ലാം കണ്ട് കുരങ്ങന്മാർ നിശ്ചേഷ്ടരായി നിന്നു. ഒന്നും പറയാനോ ഒന്നിനും എന്തെന്ന് അറിയാൻ മേത് അങ്ങ് നിന്നുപോയി. ദുഃഖം കടുപ്പതിനായുള്ള വാക്കുകൾ ഒക്കെ പറഞ്ഞു തുടങ്ങി. കുമാരനും വിഷമങ്ങൾ മാറ്റാൻ വേണ്ടി ലക്ഷ്മണൻ അതാണ് കൂടെ നിന്ന് വിഷമങ്ങൾ മാറ്റാൻ വേണ്ടി ശ്രീരാമനോട് ഓരോരോ കാര്യങ്ങൾ പറയും. ഉള്ളിലും വിഷമം വന്നാൽ ഓർമ്മ തെളിയണ്ടേ. അതുകൊണ്ട് സന്തോഷമായ വാക്കുകളൊക്കെ ലക്ഷ്മണൻ പറഞ്ഞിട്ട്, എന്തൊരു ദോഷമുണ്ടായത് എന്നെ ആത്മനി ചിന്തിച്ച് അവിടേക്ക് വന്നു വിഭീഷണൻ. എന്താ ഇവിടെ കുഴപ്പം? ഇവരെല്ലാവരും ഹനുമാൻ തിരിച്ചിങ്ങോട്ട് പോരുന്നു, യുദ്ധം നിർത്തുന്നു, പിന്നെ ഇവരെല്ലാം ഒന്നിച്ച് കൂടി നിൽക്കുന്നു, ഇവിടെ എന്തോ പ്രശ്നം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി എന്തോ ഇവരുടെ പ്രശ്നം ഉണ്ടല്ലോ എന്ന് കരുതി വിഭീഷണൻ അവിടെ ചെന്നു. അങ്ങനെ ചിന്തിച്ച് അവിടേക്ക് വന്നു. വിഭീഷണൻ ചോദിച്ച നേരം വിഭീഷണൻ എന്താ എന്ന് ചോദിച്ചപ്പോൾ ലക്ഷ്മണൻ പറയുന്നു, കുമാരൻ പറഞ്ഞതു മാതരശ്വാത്മജൻ ചൊന്ന വൃത്താന്തങ്ങൾ. കയ്യണ കൊട്ടിച്ചിരിച്ച് വിഭീഷണൻ. അങ്ങനെ ഈ ഹനുമാൻ ഒന്ന് പറഞ്ഞ കാര്യം ലക്ഷ്മണൻ വിഭീഷണനോട് പറഞ്ഞു. ഇങ്ങനെ സീതയുടെ വധം അതിനെപ്പറ്റി പറഞ്ഞപ്പോൾ കയ്യണ രണ്ടും കൊട്ടി ഇങ്ങനെ ചിരിച്ച് വിഭീഷണൻ. കയ്യണ കൊട്ടിച്ചിരിച്ചു വിഭീഷണൻ. അയ്യോ കുരങ്ങന്മാരെന്തറിഞ്ഞു വിഭോ, എന്ത് കഷ്ടം, ഇതെന്തോ പറയുന്നേ? വിഭീഷണൻ പറയുക, ലോകേശ്വരിയായ ദേവിയെ കൊല്ലുവാൻ ലോകത്രയത്തെങ്കിൽ ആരും ഉണ്ടായി വരാ, ആരെക്കൊണ്ടും പറ്റത്തില്ല ദേവിയെ കൊല്ലാൻ. മായ നിപുണനാ മേഘനിനാഥൻ ഇക്കാര്യം അനുഷ്ഠിച്ചത് എന്തിനെന്ന് ആശു കേൾ. ഇവൻ എന്തിനായി മേഘനാഥൻ ഉണ്ടാക്കിയതാണ്. ഇതെന്തിനായി? മായയ്ക്ക് നിപുണനാണ്, സാമർഥ്യമാണ്. നിപുണം വെച്ചാൽ അത്ര സാമർഥ്യമുണ്ട് മായ കാട്ടാൻ ആർക്കായി? മേഘനാഥന്. അതുകൊണ്ട് അവൻ ഇത് കാര്യം എന്തിനാ ഈ അനുഷ്ഠിച്ചത്, ഈ കാര്യം ഇങ്ങനെ ചെയ്ത കാര്യം കേൾക്കൂ പറയാം.
മർക്കടന്മാർ ചെന്ന് ഉപദ്രവിച്ചിടാതെ തക്കത്തിലാശു നികുംഭിലയിൽ ചെല്ലുകയാണ്. അവിടെ ഒരു പൂജ നടത്തുന്നുണ്ട് ഇവർക്ക് വേണ്ടിയിട്ട്. രാഷ്ട്രന്മാർ പൂജ നടത്തുന്നു. അവിടെ മർക്കടന്മാർ ചെന്ന് ഉപദ്രവിക്കാതിരിക്കാൻ എല്ലാവരും നിശ്ചലമായിരിക്കും സീത മരിച്ചെന്നറിയാമെങ്കിൽ. അപ്പോൾ പിന്നെ യുദ്ധത്തിന് ചെല്ലത്തില്ലല്ലോ. ഇവർ കാര്യം കണ്ട് പൂജ കഴിയുമ്പോൾ സുഖമായിട്ട് ഇറങ്ങി വരാം, ധൈര്യത്തോടെ ബലത്തോടെ വരാം. പൂജ കഴിയുമ്പോൾ അവർക്ക് ജയം കിട്ടും. അപ്പോൾ ഇവർ കുറച്ച് നേരത്തെ അടങ്ങിയിരിക്കാൻ വേണ്ടിയുള്ള കാണിച്ചൊരു ഇതാണ് ഈ മായ. സീതാദേവി മരിച്ചെന്ന് കാണിക്കുന്നു, കൊന്നെന്ന് കാണിക്കുന്നു. അതുകൊണ്ട് മർക്കടന്മാർ ചെന്ന് ഉപദ്രവിച്ചിടാതെ തക്കത്തിൽ ആശു നികുംഭിലയിൽ ചെന്ന് പുക്കുടൻ തങ്ങളുടെ ഹോമം കഴിപ്പത് ആയിക്കൊണ്ട് കണ്ടൊരു ഉപായം. അത്യത്ഭുതം. ഇത് ഒരു ഉപായമാണ് ഈ കാണിച്ചത്. അത് അത്ഭുതമായിരിക്കുന്നത്. കാരണം സീതയെ വധിച്ചാണ് കാണിച്ചേക്കുന്നത്. അതങ്ങ് അവിടെ കൈകൊട്ടി ചിരിച്ചിട്ട് ഇതൊക്കെ നിങ്ങൾ എന്തായി പറഞ്ഞ ഈ വാനരന്മാരെന്തായി പറയുന്നതെന്ന് പറഞ്ഞാൽ ചിരിച്ചത്. കൈകൊട്ടി ചിരിച്ച് വിഭീഷണൻ അയ്യോ കുരങ്ങന്മാരിത് എന്തറിയുന്നു എന്നും പറഞ്ഞ്. അപ്പോൾ ഇവർക്ക് മായമല്ലോ അറിയാമോ? പാമ്പും കുരങ്ങന്മാർക്ക് ഹനുമാനും ഒക്കെ സത്യസന്ധമായിട്ടല്ലേ അറിയാവുള്ളൂ. ഇതൊക്കെ രാക്ഷസന്മാരുടെ സ്വഭാവമാണല്ലോ. പക്ഷെ അത് വിഭീഷണൻ അറിയാം. അതുകൊണ്ട് ഇങ്ങനെ പുക്കുഴൻ തങ്ങളുടെ ഹോമം കഴിപ്പതിനായിക്കൊണ്ട് കണ്ടൊരു ഉപായം അത്യത്ഭുതം. ചെന്നിനി ഹോമം മുടക്കണം, അല്ലാകിൽ എന്നും അവനെ വധിക്കരുതാർക്കുമേ. ഈ ഹോമം നമ്മൾ മുടക്കില്ലെങ്കിൽ ഒരിക്കലും ഈ രാവണനിൽ നിന്നും വധിക്കാൻ നമുക്ക് പറ്റത്തില്ല, ഒരിക്കലും നടക്കത്തില്ല. രാഘവ സ്വാമിൻ ജയ ജയ മാനസ വ്യാകുലം തീർന്നെഴുന്നേൽക്ക ദയാനിധേ. ശ്രീരാമ സ്വാമിൻ ജയ ജയ, ജയിച്ചാലും മനസ്സിൻ്റെ വ്യാകുലെല്ലാം കളഞ്ഞിട്ട് എഴുന്നേൽക്കൂ ദയാനിധേ. ആര് പറയുന്നു? വിഭീഷണൻ. ലക്ഷ്മണനും അടിയനും കവികുല മുഖ്യ പ്രവരനുമായിട്ട് പോകണം. ഇത് മുടക്കാൻ, ഹോമം മുടക്കാനായിട്ട് ഇവരൊക്കെ പോകണം. ഓർത്ത് കാലം കളഞ്ഞിടത് ഏതുമേ യാത്ര അയക്കണം എന്ന് വിഭീഷൺ പെട്ടെന്ന് തന്നെ പോകണം. കാരണം അത് മുടക്കിയില്ലെങ്കിൽ ഈ ഹോമം മുടക്കാതെ അത് നീണ്ടു പോയാൽ അവർ തന്നെ ജയിക്കും. അതുകൊണ്ട് ഇത് ഓർത്തിട്ട് നിങ്ങൾ വെക്കാൻ തന്നെ സമയം കളയാതെ പോകൂ. ചൊന്നത് കേട്ട അളവ് ആലസ്യവും തീർന്നു മന്നവൻ പോകാൻ അനുജ്ഞ നൽകിയിടിനാൻ. ശ്രീരാമൻ അങ്ങനെ ആലസ്യമൊക്കെ തീർത്ത് എണീറ്റ് പോകാനുള്ള ആജ്ഞ കൊടുത്തു. വസ്തുവൃത്താന്തങ്ങളെല്ലാം ധരിച്ച് നേരത്ത് കൃതാർത്ഥനായ ശ്രീരാമഭദ്രനും യഥാർത്ഥം മനസ്സിലാക്കുമ്പോൾ സന്തോഷമായി. സോദരൻ തന്നെയും രാക്ഷസ പുങ്കവ സോദരൻ തന്നെയും വാനരന്മാരെയും ചെന്ന് ദശഗ്രീവനന്ദനൻ തന്നെയും കൊന്നുവരികെന്ന് അനുഗ്രഹം നൽകിനാൻ. ലക്ഷ്മണനോടും മഹാകവിസേനയും രക്ഷോവരനും നടന്നാൻ അതുനേരം. മൈന്ദൻ വിവിധൻ സുഷേണൻ നളൻ നീലൻ ഇന്ദ്രാത്മജാത്മജൻ കേസരീധാരനും ശൂരൻ വൃഷഭൻ ശരഭൻ വിനതനും ധീരൻ പ്രമാധി ശതബലി ജാമ്പവാൻ വാദാത്മജൻ വേഗദർശി വിശാലനും ജ്യോതിർമുഖൻ ദുർമുഖൻ സുമുഖൻ ബലീശേതൻ രതിമുഖൻ അഗ്നിമുഖൻ ഗജൻ മേതുരൻ ധൂമ്രൻ ഗവയൻ ഗവാക്ഷനും മറ്റും ഇത്യാദി ചൊല്ലുള്ള കവികളും ചുറ്റും നടന്നിതു. ലക്ഷ്മണൻ തന്നോടും എല്ലാവരും കൂടെ ലക്ഷ്മണനോടുകൂടെ പോകുന്നു. മുന്നിൽ നടന്നു വിഭീഷണൻ താനുമായി ചെന്ന് നികുംഭില പുക്കു നിറഞ്ഞിതു. എല്ലായിടത്തുനിന്ന് നികുംഭിലയിൽ ചെന്ന് എല്ലായിടത്തും അവിടെ എല്ലാം നിറച്ചങ്ങാളായി. ഇവരെല്ലാം കൂടെ ചെന്ന് നക്തഞ്ചരന്മാരവരെ ചുഴലവേ നിർത്തി ഹോമം തുടങ്ങിയിടാൻ രാവണി. അതായത് ഇന്ദ്രജിത്താണ് രാവണൻ്റെ മകൻ. അവിടുത്തെ രാക്ഷസന്മാരെല്ലാം ഹോമത്തിനെ ചുറ്റും അങ്ങ് നിർത്തി, ഒരു വട്ടം നിർത്തി. കാരണം പിന്നെ ഒന്നും പേടിക്കാതെ നിൽക്കാമല്ലോ, ഹോമം നടക്കാമല്ലോ. അതായത് രാവണിക്ക് സുഖമായി അതിനകത്ത് ഇരിക്കുന്നത് ഹോമം ചെയ്യാമല്ലോ. നക്തഞ്ചരന്മാരെ ചുഴലവേ ചുറ്റിനും നിർത്തി ഹോമം തുടങ്ങിയിടാൻ രാവണി. കല്ലും മലയും മരവും എടുത്തുകൊണ്ട് എല്ലാവരുമായി അടുത്തു. കവികളും കല്ലും എല്ലാം അവരുടെ ആയുധങ്ങൾ അതൊക്കെയാണ്. ഈ കുരങ്ങന്മാർക്ക് പാറയും മലയും തടിയും ഒക്കെയാണ്. കല്ലും മലയും മരവും എടുത്തുകൊണ്ട് എല്ലാവരുമായി അടുത്തു. കവികളും ഏറും കൊണ്ട് വീണു തുടങ്ങിനാരറ്റമില്ലാതോരോ രാക്ഷസവീർ ഏറികൊണ്ട് എല്ലാവരും വീണു. മുറ്റുകയില്ല ഹോമം നമുക്കിങ്ങനെ പറ്റലരെ ചെറ്റകറ്റി ഒഴിഞ്ഞെന്ന് കൽപ്പിച്ചു രാവണി. വില്ലും ശരങ്ങളും കൽപ്പോടെടുത്ത് പോരിനടുത്തിടിനാൻ. ഇനി നമുക്ക് പറ്റുകയില്ല, ഈ പറ്റലരെ അതായത് ശത്രുക്കളെ, പറ്റലരെ അതായത് ശത്രുക്കളെ ഒഴിച്ച് കളഞ്ഞിട്ടേ ഇനി നടക്കൂ. അതുകൊണ്ട് ഇവിടെ മുറ്റുകയില്ല എന്ന് വെച്ചാൽ ഈ ഹോമം നീണ്ടു പോവാൻ പറ്റത്തില്ല. അത് തീർത്ത് ചെയ്യാൻ മുറ്റുകയില്ല വെച്ചാൽ അതിന് മൂപ്പിക്കാൻ, അത് തീർക്കാൻ പറ്റുകയില്ല. കാരണം ഇവരിങ്ങനെ ഉടക്കി വന്നല്ലോ. അതുകൊണ്ട് ഇനി ഈ ശത്രുക്കളെ ഒഴിച്ച് ഇനി പറ്റൂ. അങ്ങനെ കൽപ്പിച്ചിട്ട് രാവണി എന്ത് ചെയ്തു? വില്ലും ശരങ്ങളും കെൽപ്പോടെടുത്ത് പോരിനടുത്തിടിനാൻ. മുമ്പിൽ വേഗം പൂണ്ടടുക്കുന്ന മാരുത സംഭവൻ തന്നെ തടുത്തു നിർത്തിയിടിനാൻ. മുന്നിലെങ്ങനെ വേഗം നടക്കുന്ന ഹനുമാനെ കണ്ടിട്ട് പെട്ടെന്ന് തന്നെ തടുത്തു നിർത്തി ഈ രാവണി. വന്നു നികുംഭിലെ ആൽത്തറമേൽ കയറി. അവിടെ ഇച്ചിരി പൊക്കം ഉണ്ടാവും. അപ്പോൾ ഇവന് ആൽത്തറമേൽ ഏറി നിന്നു ദശാനന പുത്രന് വന്നേരം.
അതായത് രാവണൻ്റെ മകനായ ഇന്ദ്രജിത്ത് ആൽത്രയുടെ മുകളിലേക്ക് കയറി. അവിടെ തടഞ്ഞു നിർത്തി ആര്യ ഹനുമാനെ. നിന്നു ദശാനന പുത്രനും അന്നേരം കണ്ടു വിഭീഷണൻ സൗമിത്രി തന്നോടും കുണ്ഠ തീർത്തു പറഞ്ഞു തുടങ്ങിനാൻ. വിഭീഷണനെ സൗമിത്രിയോടും പറയുന്നു, വീര കഴിഞ്ഞില്ല ഹോമം ഇവനെങ്കിൽ നേരെ വെളിച്ചത്ത് കണ്ടുകൂടാ ദൃഢം. അപ്പം നികുമ്പിലിൽ ആത്രമേൽ ഏറിയിട്ട് നിന്ന് ദശാനന പുത്രനും അന്നേരം കണ്ടു വിഭീഷണൻ മുകളിലോട്ട് കയറുന്നത്. വിഭീഷണൻ കണ്ടു ഇവൻ ആളുടെ മുകളിൽ കയറുന്നത്, അല്ലെങ്കിൽ ഈ കള്ളത്തത്തിൽ കയറിയാലേ അവിടെ ഹോമം വേറെ നടക്കും. ഇവനിങ്ങനെ ഇവിടെ പുറത്ത് നിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് വിഭീഷണനെ കണ്ട് മനസ്സിലാക്കിയിട്ട് പറഞ്ഞു, സൗമിത്രി തന്നോട് പറഞ്ഞു, ലക്ഷ്മണ കുണ്ഠ തീർത്ത് പറഞ്ഞു തുടങ്ങി ഞാൻ വിഷമം കളഞ്ഞിട്ട് പറഞ്ഞു തുടങ്ങി. വീര കഴിഞ്ഞില്ല ഹോമം ഇവനെങ്കിൽ നേരെ വെളിച്ചത്ത് കണ്ടുകൂടാതെ. ഇവൻ വെളിച്ചത്തിറങ്ങി എന്താ അവിടെ ഹോമം കഴിഞ്ഞില്ല, അതുകൊണ്ട് ഇവൻ അല്ലെങ്കിൽ പുറത്തിറങ്ങത്തില്ലായിരുന്നല്ലോ ഈ രാവണി. ഇപ്പം പുറത്തിറങ്ങിക്കൊണ്ട് മനസ്സിലാക്കണം അവിടെ ഹോമം കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് വീര കഴിഞ്ഞില്ല ഹോമം ഇവനെങ്കിൽ നേരെ വെളിച്ചത്ത് കണ്ടുകൂടാ ദൃഢം. മാരുതനന്ദനൻ തന്നോട് കോപിച്ചു നേരിട്ട് വന്നത് കണ്ടതല്ലേ ഭവാൻ. ഹനുമാനോട് കോപിച്ച് വന്നിട്ട് കണ്ടില്ലേ, മുകളിലോട്ട് കയറി ആൾത്തറ മുകളിലോട്ട് കയറുന്ന നീ കണ്ടില്ലേ. മൃത്യുസമയം അടുത്ത് ഇവൻ ഇനി യുദ്ധം തുടങ്ങുക വൈകരുത്. അതുകൊണ്ട് നീ യുദ്ധം തുടങ്ങൂ, ഇവനെ വെക്കതിനെ വധിക്കണം. മൃത്യുസമയം അടുത്ത് ഇവൻ ഇനി യുദ്ധം തുടങ്ങുക വൈകരുത് ഏതുമേ. യുദ്ധം വിഭീഷണൻ ചൊന്ന നേരത്ത് സൗമിത്രിയും അസ്ത്രശസ്ത്രങ്ങൾ തൂക്കിയിടിനാൻ. അങ്ങനെ വിഭീഷണൻ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഇവർക്ക് അറിയില്ല ഇവരുടെ മായാകളൊന്നും. പ്രത്യസ്ത്ര ശസ്ത്രങ്ങൾ കൊണ്ട് തടുത്ത് ഇന്ദ്രജിത്തും അത്യർത്ഥ അസ്ത്രങ്ങൾ എഴുതിയിടിനാൻ. അപ്പോൾ കഴുത്തിലെടുത്ത് മരുത്സുതൻ ഉൽപ്പന്നമോദം കുമാരനെ സാദരം ലക്ഷ്മണന് മറ്റൊന്നും ആലിൻ്റെ മുകളിൽ ആൽത്തറ മുകളിലാണ് നിൽക്കുന്നത്. ആൽത്തറ മുകളിൽ നിൽക്കുന്ന ഇത്ര പൊക്കം കൂടും. അതുകൊണ്ട് ലക്ഷ്മണനെ എന്ത് ചെയ്ത് ഹനുമാനെടുത്ത് തോളിലിരുത്തി കണ്ടത്തിൽ. ലക്ഷ്മണ പാർശ്വ വിഭീഷണനെ കണ്ടു. അപ്പം ലക്ഷ്മണൻ അടുക്കൽ ആര് നിൽക്കുന്നു? വിഭീഷണൻ നിൽക്കുന്നു. അത് അവന് സഹിക്കുമോ? ഈ ഇന്ദ്രജിത്തിൻ്റെ കൊച്ചച്ഛനല്ലേ, ചെറിയച്ഛനല്ലേ, പിതാവിൻ്റെ സഹോദരനല്ലേ, ശത്രുക്കളോട് നിൽക്കുമ്പോൾ അത്രമാത്രം ദേഷ്യം കൂടത്തില്ലേ. അപ്പം ലക്ഷ്മണ പാർശ്വേ വിഭീഷണനെ കണ്ടു തൽക്ഷണം ചൊന്നാൻ ദശാനന പുത്രനെ. അങ്ങനെ കണ്ടിട്ട് പറയുന്നു, ഈ ഇന്ദ്രജിത്ത് പറയുന്നു, ദശാനന പുത്രൻ രാവണൻ്റെ പുത്രൻ ഇന്ദ്രജിത്ത്, രാവണി എന്നും പറയും. അയാൾ പറയുന്നു, രാക്ഷസ ജാതിയിൽ വന്നു പിറന്ന നീ, അതായത് നീ രാക്ഷസകുലത്തിലല്ലയോ പിറന്നത്. ആരാ? വിഭീഷണൻ. സാക്ഷാൽ പിതൃവ്യനല്ലോ മമ, യഥാർത്ഥത്തിൽ എൻ്റെ പിതാവിൻ്റെ സഹോദരനല്ലേ താങ്കൾ. മമ, എൻ്റെ പിതാ സഹോദരനല്ലേ. കേവലം പുത്രമിത്രാദി വർഗത്തെ ഒടുക്കുവാൻ ശത്രുജനത്തിന് ഭൃത്തിനായി ഇങ്ങനെ നിത്യവും വേല ചെയ്യുന്നത് ഓർത്തിരുന്നാൽ എത്രയും നന്നതേ ചൊല്ലാവൂ. ഇത് നല്ലത് തന്നെ. ഈ ശത്രുക്കൾക്ക് ശത്രുക്കൾക്ക് വേണ്ടി പരിശ്രമിക്കുന്നെന്ന്. അത് ശ്രീരാമനും ലക്ഷ്മണനൊക്കെ വേണ്ടിയിട്ട് ഇദ്ദേഹം, ഈ കൊച്ചനായ ഇദ്ദേഹം അവരുടെ പക്ഷം നിന്ന് പരിശ്രമിക്കുന്നു. ഇത് നന്ന് കൊള്ളാം. എന്തായാലും ഈ കുലത്തിൽ ജനിച്ച ആളല്ലേ, എൻ്റെ അച്ഛൻ്റെ സഹോദരനും അല്ലേ, ഇത് എന്തായാലും നന്നായിരിക്കുന്നുണ്ട് എന്ന് ഈ വിഭീഷണനോട് ഇന്ദ്രജിത്ത് പറയുന്നു. അങ്ങനെ എത്രയും നന്നതേ ചൊല്ലാവൂ. ഗോത്രവിനാശം വരുത്തും ജനങ്ങൾക്ക് പാർത്ത് കണ്ട് ഏതും ഗതിയില്ല. അതായത് കുലനാശം വരുത്തുന്നതാണ് പറയുന്നത്. ഈ രാവണകുലം നശിപ്പിക്കുന്നത് വിഭീഷണനാണ്. ഇങ്ങനെ നിന്ന് എതിരാളികളോട് നിന്ന് പൊരുതുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള ജനങ്ങൾക്ക് പാർത്തു കണ്ട് ഏതും ഒരിക്കലും നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾക്ക് ഗതി ഉണ്ടാവത്തില്ല എന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് ഗോത്ര വിനാശം വരുത്തും ജനങ്ങൾക്ക് പാർത്തു കണ്ടേന്നും ഗതിയില്ല നിർണയം. ഊർധ്വലോക പ്രാപ്തി സന്തതി കൊണ്ടത്രേ സാധ്യമാകുന്നതെന്നല്ലോ ബുധമതം. അതായത് വിദ്വാൻമാരുടെ മതം എന്താണ്? ഊർധ്വലോക പ്രാപ്തി വേണമെങ്കിൽ സന്തതി കൊണ്ടാണെന്ന്. അപ്പോൾ സന്തതിയെ നശിപ്പിക്കാൻ കൊള്ളാമോ? പിതാക്കന്മാർക്ക് ഊർധ്വഗതി, മേലോട്ടുള്ള ഗതി, അതായത് സ്വർഗത്തിൽ പോകാനുള്ള നല്ല നന്മാർഗമായിട്ടുള്ള ഗതി വരണമെങ്കിൽ മക്കൾ നന്നായിരിക്കണമെന്ന്, മക്കളെ നന്നാക്കി എടുക്കണമെന്ന്. അപ്പം സന്തതികളെ നശിപ്പിച്ച പാപമല്ലേ എന്ന്. യഥാർത്ഥത്തിൽ സന്തതിക്ക് വയറ് നിറയണമെങ്കിൽ സന്തതി തന്നെ കഴിക്കണം. പിതാവിന് വയറ് നിറയണമെങ്കിൽ പിതാവ് തന്നെ കഴിക്കണം. പിതാവ് എത്രമാത്രം ഘോര ദുരിതമാക്കുന്ന പാപങ്ങൾ ചെയ്തിട്ട് മക്കൾ നന്നാവുന്നതുകൊണ്ട് പിതാവിന് മോക്ഷപ്രാപ്തി കിട്ടുമോ? ഞാൻ നോക്കിയിട്ട് അത് കിട്ടൂലെന്നാണ് ഞാൻ പഠിച്ചേക്കുന്നത്. പിതാവ് നന്മ ചെയ്താലേ പിതാവിന് കിട്ടൂ. ഇവിടെ ഇത് പറഞ്ഞേക്കുന്നത് ഊർധ്വലോക പ്രാപ്തി സന്തതി കൊണ്ട് അത്രേ സാധ്യമാകുന്നതല്ലോ ബുധമതം. ബുദ്ധിമാന്മാർ പറയുന്നത് അങ്ങനെയാണ്. മക്കൾ നന്നായാൽ പിതാവിന് നല്ലതാണെന്ന്. ഒരിക്കലുമല്ല. എന്നാൽ പിന്നെ പിതാക്കന്മാർ എന്ത് പാപങ്ങളും അർത്ഥം കണ്ടിച്ചും തിന്നിട്ട് മക്കളുടെ പുണ്യം കൊണ്ട് പുണ്യലോകത്ത് പോകാൻ കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും അത് വരത്തില്ല. അവരവർ തിന്നെങ്കിലേ അവരുടെ വയറ് നിറയും എന്നുള്ളതാണ് ഞാൻ പഠിച്ചേക്കുന്നത്. അപ്പോൾ ഊർധ്വലോക പ്രാപ്തി സന്തതി കൊണ്ടത്രേ സാധ്യമാകുന്നതെന്നല്ലോ ബുധമതം. രാവണി പറയുന്നതാ. ശാസ്ത്രജ്ഞന നീ കുലത്തെ ഒടുക്കുവാൻ ആസ്തയ വേല ചെയ്യുന്നു അത്ഭുതം. നീ ഒരു ശാസ്ത്രജ്ഞനാണ്, എന്നിട്ട് നീ ഈ കുലത്തെ മൊത്തം ആസ്തയ മൊത്തത്തിൽ ഇങ്ങനെ നശിപ്പിക്കാൻ ചെയ്യുന്ന പരിശ്രമം അത്ഭുതം തന്നെ എന്നത് കേട്ട് വിഭീഷണൻ ചൊല്ലിനാൻ, നന്നു നീയും നിൻ പിതാവും അറിയുക. നീ കൊള്ളാം, നീ നിന്റെ പിതാവും അറിയുക.
വംശം മുടക്കുന്നതിന് നീ ഏതുമേ സംശയമില്ല. നിങ്ങളുടെ ഈ രാക്ഷസവംശം നശിപ്പിക്കുന്നത് നീ തന്നെയാണ്, അല്ലാതെ ഒരു സംശയമില്ല. വിചാരിക്കാം, നിന്റെ മനസ്സുകൊണ്ട് നീ വിചാരിക്കൂ, നീ തന്നെ അല്ലയോ എന്ന് നീ ചിന്തിക്കൂ. വംശത്തെ രക്ഷിച്ചു കൊള്ളുവാൻ ഇന്ന് ഞാൻ അംശുമാലി കുല നായകാനുഗ്രഹാൽ ഇന്ന് ഈ കുലം നശിക്കാതെ രക്ഷിച്ചു കൊള്ളുന്നത് ഞാൻ ഭഗവാൻ ശ്രീരാമൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ അത് ചെയ്യുന്നു. ഇങ്ങനെ തമ്മിൽ പറഞ്ഞു നിൽക്കുന്നേരം അങ്ങനെ ഈ വംശത്തെ രക്ഷിക്കാൻ കൊള്ളുവാൻ ഇന്ന് ഞാൻ എന്താ ചെയ്യുന്നത്? വിഭീഷണൻ പറയുന്നു, അംശുമാലി കുലനായകൻ്റെ അനുഗ്രഹം കൊണ്ട്. ശ്രീരാമൻ്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് വിഭീഷണെങ്കിലും മരിക്കാതിരിക്കും. കാരണം വിഭീഷണൻ ഇതെല്ലാം കളഞ്ഞിട്ട് ഈശ്വരനെ അടുക്കലേക്ക് വന്നതുകൊണ്ട് ഒരുത്തനെങ്കിലും അവിടെ ചാവാതിരിക്കും. ദുഷ്ടന്മാരെല്ലാം മരിക്കട്ടെ, വിഭീഷണൻ അവിടെ ജീവിച്ചിരുത്ത് അവിടെ ആ കുലം നയിക്കും, അവിടുത്തെ രാജാവാകും. അപ്പോൾ അവിടെ നശിക്കുന്ന വിഭീഷണൻ അവർക്കൊത്ത് നിന്നിരുന്നെങ്കിൽ അയാളും മരിക്കും. അപ്പോൾ ആ കുലത്തിൽ ആരും കാണത്തില്ല. വിഭീഷണൻ ബുദ്ധിമാനാണ്, ഭാഗവതോത്തമനുമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് മനസ്സ് തോന്നി ഭഗവാന്റെ കൂടെ ചേരണമെന്ന്. ദുഷ്കർമ്മികളോട് ചേർന്നവനും നശിക്കും. അതുകൊണ്ട് എല്ലാം അത് അംശുമാലി കുല നായക അനുഗ്രഹ ഇങ്ങനെ തമ്മിൽ പറഞ്ഞ് നിൽക്കുന്നേരം മങ്ങാതെ ബാണങ്ങൾ തൂകി കുമാരനും. അങ്ങനെ പറഞ്ഞപ്പോൾ ഈ ലക്ഷ്മണൻ ശരമയച്ചു തുടങ്ങി. എല്ലാം അത് മുറിച്ചു കളഞ്ഞതാ ചൊല്ലൻ ആശ സൗമത്തിൽ തന്നോടവൻ. എല്ലാം ലക്ഷ്മണൻ അയച്ച അമ്പലെല്ലാം മുറിച്ചു കളഞ്ഞു ഈ രാവണി. എന്നിട്ട് പറയുന്നു, 2 ദിനം മമ ബാഹു പരാക്രമം കണ്ടതില്ലേ നീ കുമാര. എൻ്റെ ബാഹുവിൻ്റെ എൻ്റെ കൈകളുടെ പരാക്രമം 2 ദിവസം നീ കണ്ടില്ലേ? ജയിച്ചതെല്ലാം അവനാണല്ലോ, ഇന്ദ്രജിത്താണല്ലോ. അതുകൊണ്ട് നീ കണ്ടില്ലേ? വിശേഷിച്ചും കണ്ടുകൊള്ളല്ലെങ്കിൽ ഇന്ന് ഞാൻ നിന്നുടൽ കൊണ്ട് ജന്തുക്കൾക്ക് ഭക്ഷണമാക്കും. നീ അങ്ങനെ കണ്ടതാണല്ലോ, വിശേഷിച്ച് കണ്ടുകൊള്ള ഇനിയുണ്ട്. ഇനി ഞാൻ അതും കൂടെ കാണിച്ചുതരാം. ഇന്ന് നിൻ്റെ ഉടൽ, അത് ലക്ഷ്മണൻ്റെ ഉടൽ ഇന്ന് ഞാൻ ജന്തുക്കൾക്ക് ഭക്ഷിക്കാൻ കൊടുക്കും. അതുകൊണ്ട് അതുകൂടെ നീ കണ്ടോളൂ. 2 ദിവസം നീ കണ്ടില്ലേ എൻ്റെ ബാഹുവിൻ്റെ എൻ്റെ കൈകളുടെ പരാക്രമം. അതുകൊണ്ട് വിശേഷിച്ചും കണ്ടുകൊള്ള, അല്ലെങ്കിൽ ഇന്നും ഞാൻ നിന്നുടൽ കൊണ്ട് ജന്തുക്കൾക്ക് ഭക്ഷണമാക്കുവൻ. യുദ്ധം പറഞ്ഞ് 7 ബാണങ്ങൾ കൊണ്ട് സൗമിത്രിയുടെ ഉടൽ കീറിനാൻ ഏറ്റവും. അങ്ങനെ സൗമിത്രിയുടെ ഉടലെല്ലാം 7 ബാണം കൊണ്ട് കീറി. 10 ബാണം വായുപുത്രനെ ഏൽപ്പിച്ച് തോളിൽ നിൽക്കുമല്ലേ ഹനുമാന്റെ തോളിൽ ലക്ഷ്മണൻ. അപ്പം ഹനുമാനും കൊടുത്ത് 10 ബാണം. സത്യനും പിന്നെ വിഭീഷണൻ തന്നെയും ബാക്കിയുണ്ടെങ്കിൽ അത് വിഭീഷണനും കിട്ടാം, അടുക്ക നിൽക്കുമല്ലയോ. 100 ശരമെയ്തു വാനര വീരനും ഏറെ മുറിഞ്ഞ് വശം കെട്ടു വാങ്ങിനാർ. എല്ലാവരും വാനവരെല്ലാം ഏറെ മുറിഞ്ഞ് എല്ലാവരും വശം കെട്ട് വീണു വാങ്ങി. എല്ലാ അമ്പുകളും ഏറ്റുവാങ്ങിക്കൊണ്ട് തൽക്ഷണേ ബാണം മഴ പൊഴിയും വണ്ണം ലക്ഷ്മണൻ തൂകിനാൻ ശക്രാരി മേനിമേൽ. അതായത് ഇന്ദ്രത്തിൻ്റെ ശരീരമാണ് മേനിയിൽ ലക്ഷ്മണൻ മഴ പൊഴിയും വണ്ണം ശരങ്ങൾ തൂകി. വിത്രാരിജിത്തും ശരസഹസ്രേണ സൗമിത്രി കവചം നുറുക്കി ഇട്ടിടിനാൻ. അങ്ങനെ പിന്നെ ഈ രാവണി എന്ത് ചെയ്തു? ലക്ഷ്മണൻ്റെ ഒരു കവചമുണ്ട്. അത് ഒരു വനത്തിൽ താമസം പിന്നെ ഒരു ഇത് കൊടുത്തല്ലോ, ഒരു മുനി സീതയ്ക്കും ഇവർക്കൊക്കെ ഈ വാനരന്മാർക്ക് മായാജാലം ഉണ്ടാവുകൊണ്ട് ഇതൊക്കെ ധരിക്കുന്നവർ അവർ കൊടുത്തു വിട്ടായിരുന്നു. ലക്ഷ്മണന് കവചം കൊടുത്തായിരുന്നു. അപ്പോൾ ആ കവചമാണ് തോന്നുന്നു കീറിയത്. അതൊക്കെ കീറിയിട്ട് അപ്പം രക്തമൊക്കെ പുറത്തു വരും, കാരണം അമ്പ് പിന്നെ ഏക്കുമല്ലോ ശരീരത്ത്. അതുകൊണ്ട് വൃത്രാരിജിത്തും ശരസഹസ്രേണ സൗമിത്രി കവചം നുറുക്കിയിട്ടിടിനാൻ. അങ്ങനെ കവചം മുറുങ്ങി. അപ്പോൾ അഭിഷക്ത ശരീരികളായതു നക്തഞ്ചരനും സുമിത്രാതനയും 2 പേരുടെയും ദേഹത്തും രക്തം ഒലിക്കുന്നു. പാരം അടുത്ത് 5 ബാണം പ്രയോഗിച്ചു, തേരും പൊടിച്ചു, കുതിരകളെ കൊന്നു. സാരഥി തൻ്റെ തലയും മുറിച്ച് അതിസാരമായൊരു വില്ലും മുറിച്ചിടിനാൻ. അതായത് രാവണൻ്റെ മകൻ്റെ ഇന്ദ്രത്തിൻ്റെ സാരഥിയൊക്കെ തലയൊക്കെ മുറിച്ചങ്ങ് ഇട്ടു. തേരും മുറിച്ച് ലക്ഷ്മണൻ. മറ്റൊരു ചാപമെടുത്ത് കുലച്ച് വന്ന് അറ്റമില്ലാതെ ബാണങ്ങൾ തുടങ്ങി. അപ്പോൾ പെട്ടെന്ന് തന്നെ അവൻ്റെ ചെല്ലുമ്പോഴേ മന്ദിരത്തിലെല്ലാം ഉണ്ടല്ലോ, ഒരു തേരും കഴിഞ്ഞാൽ അടുത്ത തേരും സാരഥിയൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ അവൻ ചെന്ന് പെട്ടെന്ന് തന്നെ മറ്റൊരു ചാപമെടുത്ത് കുലച്ച് വന്ന് അറ്റമില്ലാതോളം ബാണങ്ങൾ തൂകിനാൻ. പിന്നെ 3 അമ്പ് എയ്തതും മുറിച്ചിടിനാൻ. മന്നവൻ പങ്കുതി കണ്ട ആത്മജൻ അന്നേരം ഊറ്റമായൊരു വില്ലും കുഴിയെ കുലച്ച് ഏറ്റവും അടുത്ത് ബാണങ്ങൾ തൂക്കിയിടിനാൻ. ശത്രുൻ ലങ്കയിൽ പുക്ക് തേരും പൂട്ടി വിദ്രൻ വന്നതു രാവണപുത്രനും. പെട്ടെന്ന് തന്നെ അവൻ പോയതും വരുന്നതും അറിയാത്തരുതില്ല, മായാവി പോലെ ഓടുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ എല്ലാം പോയപ്പോൾ വിദ്രുതം പെട്ടെന്ന് വന്നതു രാവണപുത്രനും. ആരും അറിഞ്ഞില്ല പോയതും വന്നതും. പെട്ടെന്ന് അവൻ്റെ മന്ദിരത്തിൽ ചെന്ന് അടുത്തതായി എടുത്തുകൊണ്ട് വന്നു. ആരും അറിഞ്ഞില്ല. അവിടുന്ന് ആ യുദ്ധക്കുളത്തിൽ നിന്ന് അവൻ പോയതോ വരുന്നോ ആരും അറിഞ്ഞില്ല. പോയതും വന്നതും നാരദൻ താനും പ്രശംസിച്ചതേ അന്നേരം. ഇത് രാവണൻ മണ്ടയിൽ നിന്ന് കാണുന്നു, ആകാശത്ത് നിന്നുകൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് പോയി വരുന്നു ചെല്ല. എന്നിട്ട് ഈ യുദ്ധം കണ്ട് പ്രശംസിച്ചു, ഇവൻ്റെ ഈ പോക്കും എല്ലാം കണ്ട്. എന്താ
ഘോരമായി ഉണ്ടായ സങ്കരം കൊണ്ടൊരു സാരസ സംഭവനാദികൾ ചൊല്ലിനാൻ. അവിടെ ദേവന്മാരും പിന്നെ നാരദനും എല്ലാവരും കൂടെ എന്താ പറയുക, ഇത്രയും വലിയൊരു സങ്കരം, ഇത്ര ഒരു വലിയൊരു യുദ്ധം കണ്ടിട്ടില്ല. പണ്ട് ലോകത്തിങ്കൽ ഇങ്ങനെയുള്ള പോര് ഉണ്ടായതില്ല, ഇനി ഉണ്ടാകുകയുമില്ല. കണ്ടാലും ഈ ദൃശ്യം വീരപുരുഷന്മാരുണ്ടോ ജഗത്തിങ്കൽ മറ്റിവരെ പോലെ ഇവരെ പോലെ ആരെങ്കിലും ഇനി ഉണ്ടോ ഇങ്ങനെ വീരപുരുഷന്മാർ ഈ ലോകത്തിൽ? ഇത് മുമ്പ് ഇങ്ങനെ ഉണ്ടായിട്ടില്ല, ഇങ്ങോട്ടുണ്ടാവത്തുമില്ല. യുദ്ധം പലരും പ്രശംസിച്ചു നിൽപ്പതിൻ മധ്യേ ദിവസം ത്രയം കഴിഞ്ഞു ഭൃശം. ഇങ്ങനെ യുദ്ധം നിന്ന് കണ്ടും പറഞ്ഞു കഥ 3 ദിവസം അങ്ങ് പോയി, രാവും പകലുമായിട്ട്. എന്തോലുള്ള ദിവസം 3 കഴിഞ്ഞു. ദിവസം 3 കഴിഞ്ഞോരനന്തരം വാസനം 3 കഴിഞ്ഞോരനന്തരം വാസവ ദൈവത അസ്ത്രം കുമാരനും ലാഘവൻ ചേർന്ന് കരയണ സന്ധിപ്പിച്ചു. അത് വാസവ ദൈവത അസ്ത്രം, അങ്ങനത്തെ ഒരു അസ്ത്രം കുമാരനും ലാഘവൻ ചേർന്ന് കരയണ സന്ധിപ്പിച്ചിട്ട് രാഘവൻ തൻ പദാംബോരുഹൗ മാനസേ ചിന്തിച്ച് ഉറപ്പിച്ച് അയച്ചാൻ. അത് ചെന്ന് അങ്ങനെ ആ ഒരു അസ്ത്രം എടുത്ത് ശ്രീരാമനെ ധ്യാനിച്ച് പാദത്തിൽ നമസ്കരിച്ച് മനസ്സുകൊണ്ടെല്ലാം ചിന്തിച്ചിട്ട് അതയച്ചു. ആ അസ്ത്രം അങ്ങനെ ആരെ? രാഘവൻ്റെ തൻ പദാംബോരുഹൗ മാനസേ, മനസ്സുകൊണ്ട് ശ്രീരാമനെ ഭജിച്ചിട്ട്, ചെന്ന് ഭജിക്കാൻ എളുപ്പമല്ലല്ലോ, യുദ്ധത്തിന് നിൽക്കുകയല്ലേ. അപ്പോൾ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് പാദത്തിൽ തൊഴുത് ചിന്തിച്ചുറപ്പിച്ച് അയച്ചാൻ. അത് ചെന്ന് പങ്കുതി ഖണ്ഡം ഛേദിച്ചു. അപ്പോൾ ഈ രാവണിയുടെ ഖണ്ഡം ഛേദിച്ചു. സിന്ധുജലത്തിൽ മുഴുകി വിശുദ്ധമായി അന്തരാ തോണിയിൽ വന്ന് പുക്കു ശരം. അങ്ങനെ സിന്ധുജലത്തിൽ സമുദ്രത്തിൽ ചെന്ന് വീണ് ആ ശരത്തിൻ്റെ അഴുക്കൊക്കെ പോയി രക്തമൊക്കെ അതൊക്കെ മാറിയിട്ട് ചെന്ന് അന്തരാ തൂണിൽ വന്ന് പുക്കു ശരം തിരിച്ചു വന്നു. ഭൂമിയിൽ വീണതു രാവണി തന്നുടൽ ആമയം തീർന്നു ലോകത്രയത്തിനും. 3 ലോകത്തിനും വിഷമം തീർന്നു, ആമയം തീർന്നു. എന്താ? രാവണി വീണതുകൊണ്ട്. സന്തുഷ്ടമാനസന്മാരായ ദേവകൾ സന്തതം സൗമിത്രിയെ സ്തുതിച്ചിടിനാർ. പുഷ്പങ്ങളും വർഷിച്ചാരുടൻ അപ്സര സ്ത്രീകൾ നൃത്തം തുടങ്ങിനാർ. നേത്രങ്ങൾ 1000 വിളങ്ങി തഥാ ഗോത്രാരിദാനം പ്രസാദിച്ചതേറ്റവും ദേവേന്ദ്രനും പ്രസാദിച്ചു. ഒരിക്കൽ ഇന്ദ്രജിത്ത് ദേവേന്ദ്രനെ തോപ്പിച്ചതാണ്, അതുകൊണ്ട് അവൻ ഇന്ദ്രജിത്ത് എന്ന് പേരായതുപോലും, ഇന്ദ്രനെ ജയിച്ചതുകൊണ്ട്. താപം അകന്നു പോഴ്ന്നു തുടങ്ങിനാർ താപസന്മാരും ഗഗനചരന്മാരും. ദുന്ദുഭിനാദവും ഘോഷിച്ച് ഏറ്റവും ആനന്ദിച്ചതാശു വിരിഞ്ചനും അന്നേരം. ശങ്കാവിഹീനം ചെറു ഞാണലിയിട്ടു ശംഖം വിളിച്ചുടൻ സിംഹനാദം ചെയ്തു. വാനരന്മാരുമായി വേഗന് സൗമിത്രി മാനവേന്ദ്രൻ ചരണാമുജം കൂപ്പിനാൻ. ഗാഠമായ ആലിംഗനം ചെയ്തു രാഘവൻ ഊഢമോദം മുകർന്നിടിനാർ. മൂർധനി ലക്ഷ്മണനോട് അത്രമാത്രം സന്തോഷമായി. ഈ രാവണിയെ കൊല്ലാൻ ആരെക്കൊണ്ടെങ്കിലും പറ്റുന്നതാണോ? അത് അനുജനല്ലേ, ശ്രീരാമനല്ലല്ലോ, കുട്ടിയല്ലേ. അതുകൊണ്ട് കുമാരൻ എന്ന് പറയുന്ന ചെറുതായതുകൊണ്ടാണ് കുമാരൻ. അതിൽ നമ്മൾ ലക്ഷ്മണ നല്ല വിളിക്കുന്നത്, കുമാര എന്നെല്ലാവരും വിളിക്കുന്നത്. എന്താ? അത്രമാത്രം സ്നേഹവും ഒരു കുട്ടിയുടെ ഇതാണ്. അങ്ങനെ ഗാഠമായി അതും ശ്രീരാമൻ ജ്യേഷ്ഠൻ്റെ സ്വന്തം മകനെ പോലെ അല്ലേ കാണുന്നത്. എന്ത് സ്നേഹമാണെന്നറിയാമോ? അങ്ങനെ ചില വീടുകളിലുണ്ട്, കുഞ്ഞുങ്ങളെ അനുജനെയും അനുജത്തെയൊക്കെ മൂത്തവരെ രക്ഷകർത്താക്കളെ പോലെ കാണുന്നത്. ചില വീടുകളിൽ ചില കുട്ടികൾ അങ്ങനെ കാണുമ്പോൾ കൊതി വരും. എന്തൊരു സ്നേഹമാണ് അതൊക്കെ. കുഞ്ഞുങ്ങളെ ലാളിച്ച് വളർത്തുകയും അവരെ ഉത്തരവാദിത്തത്തിൽ നോക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യും മുതിർന്ന സഹോദരങ്ങൾ. അപ്പോൾ ഗാഠമായ ആലിംഗനം ചെയ്തു രാഘവൻ ഊഢമോദം മുതിർന്നിടാൻ മൂർധനി തലയിലൊക്കെ മുകർന്നു ലക്ഷ്മണന്റെ സ്നേഹം കൊണ്ട്. ലക്ഷ്മണനോട് ചിരിച്ചരുളി ചെയ്തു. ശ്രീരാമൻ ചിരിച്ചു പറയുന്നു, ദുഷ്കരം എത്രയും നീ ചെയ്ത കാര്യം, അത്രമാത്രം പ്രയത്നമാണ് ഇതിന് ഇങ്ങനെ ചെയ്ത കാര്യം, അത്രമാത്രം ഭയങ്കരമായ കാര്യമാണ് നീ ചെയ്തത് കാര്യം. രാവണി യുദ്ധേ മരിച്ചത് കാരണം രാവണൻ താനും മരിച്ചാൻ അറിയ നീ. രാവണിയോടുള്ള അഹങ്കാരമായിരുന്നു ഈ രാവണനുള്ളത്. മക്കള് ഇത്രമാത്രം കേമന്മാരാമൻ പിതാക്കന്മാർക്ക് ചിലർക്ക് ഭയങ്കര അഹങ്കാരം ഉണ്ടാവും പൊതുവെ. രാവണൻ്റെ കാര്യം കൊണ്ടല്ല, ഇതുപോലെ ലോകത്തും പലരും ഉണ്ട്. മക്കൾ ഇത്തിരി കേമന്മാരും വിദ്യാഭ്യാസമൊക്കെ ഉണ്ടോ, പിതാവ് ചിലരുടെ അങ്ങനൊന്നും അല്ല, ഒന്ന് താഴും, എത്രമാത്രം സ്നേഹമുള്ള. പക്ഷെ ചിലരുടെ അങ്ങനല്ല, വലിയ ഗമയും അഹങ്കാരവും കാണിക്കും. അതുകൊണ്ട് യുദ്ധം രാവണി മരിച്ചുകൊണ്ട് ഇനി രാവണനും മരിച്ചതിന് തുല്യമാവും. അതാ ഒന്ന് താഴും. ക്രുദ്ധനായി നമ്മോട് യുദ്ധത്തിനായി വരും പുത്രശോകത്തിൽ ദശഗ്രീവനും. ഈ രാവണൻ ഇനി അത് കാരണം നമ്മളോട് യുദ്ധത്തിന് വരും. രാവണന്റെ വിലാപമാണ് ഇനി. ഉണ്ടല്ലോ യുദ്ധം. രാവണന്റെ വിലാപം. യുദ്ധം അന്യോന്യം പറഞ്ഞിരിക്കുന്നേരം പുത്രൻ മരിച്ചത് കേട്ടൊരു രാവണൻ വീണതു ഭൂമിയിൽ മോഹം കലർന്ന് അതിക്ഷീണനായി പിന്നെ വിലാപം തുടങ്ങിനാൻ.
ഹാ ഹാ കുമാര മണ്ഡോദരി നന്ദന, ഹാ ഹാ സുകുമാര വീര മനോഹര, മൽകർമ്മദോഷങ്ങൾ എന്തു ചൊല്ലാവത്, ദുഃഖിതനെന്ന് ദുഃഖം ഇതെന്ന് ഈ ദുഃഖം മറക്കും, ദുഃഖം ഇതെന്ന് മറക്കുന്നതെന്ന് ഉള്ളിൽ ഞാൻ, എൻ്റെ ഉള്ളിൽ നിന്നാ ഈ ദുഃഖം മറക്കുന്നത്. വിണ്ണവർക്കും മുനിമാർക്കും ദ്വിജന്മാർക്കും ഇന്ന് നന്നായി ഉറങ്ങിയിടുമാറായി. ഇതപ്പോൾ അവർക്കറിയാം ഇവരാരും ഉറങ്ങാറില്ലെന്ന്. ഇവരെ കാരണം ഇവർ ഉറങ്ങുന്നില്ലെന്ന് അയാൾക്ക് അറിയാം. അപ്പോൾ ഇത് ഈ രാവണി മരിച്ചതുകൊണ്ട് പറയുന്നു വിണ്ണവർ, അത് ദേവന്മാർക്കും മുനിമാർക്കും ദ്വിജന്മാർക്കും ബ്രാഹ്മണന്മാർക്കും ഇന്ന് നന്നായി ഉറങ്ങിയിടുമാറായതു എന്ന് തന്ത പറയുന്നു. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? അപ്പം ജനങ്ങളെല്ലാം ഉറങ്ങാതിരിക്കുകയാണെന്നല്ലേ. അപ്പോൾ അയാളൊന്നും ഉറങ്ങാതിരിക്കണ്ടേ? അപ്പോൾ അയാൾക്ക് അറിയാം ജനങ്ങളെല്ലാം ഇന്ന് ഉറങ്ങുമെന്ന്. അത്രമാത്രം ഭീകരമാണെന്ന് അയാൾക്ക് തന്നെ അറിയാം. അറിഞ്ഞുകൊണ്ടാണ് ഈ അറവല കാണിക്കുന്നത്. അപ്പോൾ അവരിങ്ങനെയൊക്കെ വേണ്ടി ഇത് നമുക്ക് പഠിക്കാനുള്ളതാണ്. നമുക്ക് ഇതെല്ലാം പാഠമാണ്. ഇത് നമുക്ക് വേണ്ടിയാണല്ലോ നമ്മൾ വായിക്കുന്നത്. നമുക്ക് ഇതുപോലെയാണ് അറിയണം. നമ്മൾ മറ്റുള്ളവർക്ക് ശല്യം ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാവും നമുക്ക് തിരിച്ചടി വരുമെന്ന്. അതുകൊണ്ട് നമ്മയും പേടിയില്ല ആർക്കും ഇനി മമ ജന്മവും നിഷ്ഫലമായി വന്നത് ഈശ്വര. അപ്പോൾ എന്നെ ഇനി ആരും ഭയക്കത്തില്ല. അതാണ് ദുഷ്ടനെ പന പോലെ വളർത്തും, പക്ഷെ പെട്ടെന്ന് നശിച്ച് താഴെ വീഴുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ തന്നെ അത് മനസ്സിലാക്കണം. നമ്മയും പേടിയില്ല ആർക്കും ഇനി മമ. കാരണം മക്കളുള്ള ഇതെല്ലാം അയാൾക്ക് ഗമയായിട്ട് നടക്കാൻ ആരും ഭയക്കാതെ, ഇനിയിപ്പോൾ അയാൾ ആരെങ്കിലും ഭയക്കത്തിന് അയാൾക്ക് തന്നെ അറിയാം. നമ്മയും പേടിയില്ലാർക്കും ഇനി മമ ജന്മം നിഷ്ഫലമായി വന്നത് ഈശ്വര. പുത്ര ഗുണങ്ങൾ പറഞ്ഞു നിരൂപിച്ചു അത്തലം മുഴുത്തു കരഞ്ഞു തുടങ്ങിനാൻ. എന്നുടെ പുത്രൻ മരിച്ചതു ജാനകി തന്നെ കാരണമെന്ന്, അതുകൊണ്ടു ഞാൻ കൊന്നവൾ തന്നെ ചോര കുടിച്ച് ഒഴിഞ്ഞെന്നുമേ ദുഃഖമടങ്ങുകയില്ലമേ. ഖഡ്ഗോങ്ങിച്ചിരിച്ചലറി തത്ര നിർഗമിച്ചിടനാൻ ക്രുദ്ധനാൻ രാവണൻ സീതയും ദുഷ്ടനാൻ രാവണനെ കണ്ടു ഭീതയായി എത്രയും വേപതുകാത്രിയായി. ഇനി അവക്കളെ രക്തം കുടിച്ച് എനിക്കിനി എൻ്റെ സങ്കടം മാറുമെന്ന് പറഞ്ഞ് രാവണൻ വാളെടുത്തുകൊണ്ട് സീതയെ വെട്ടാൻ പോയി. സീത വേപതു ശരീരമൊക്കെ വിറച്ച് ഭയന്നിട്ട് വിറയിലോട് നിൽക്കുന്നു കരഞ്ഞും കൊണ്ട്. എങ്ങനെയാ? ഹാ രാമ രാമ രാമേത് ജപത്തോട് എപ്പോഴും ജപിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ജപത്തോടും ആരാമദേശേ, അവൻ്റെ ആരാമദേശത്തിലാണല്ലോ വസിക്കുന്നത്. ഹാ രാമ രാമ രാമേത് ജപത്തോട് ആരാമദേശേ വസിക്കും ദശാന്തരേ. ബുദ്ധിമാനായ സുഭാർശൻ നയജ്ഞനാം അത്യുത്തമൻ കപുരസത്തമൻ വൃത്തവാൻ, നല്ലൊരു സൽവൃത്തവാനായ ഒരു സുഭാർശൻ, അത് നല്ലൊരു മനുഷ്യനാണ്. അയാളിൽ നിന്ന് രാവണൻ തന്നെ തടുത്തു നിർത്തി പറയാവതെല്ലാം പറഞ്ഞിടാൻ നീതികൾ, എന്താ പറയണ നീതി കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് രാവണന്. നല്ല കാര്യങ്ങളായിട്ട് പറയുമ്പോൾ അയാൾക്ക് വെട്ടാൻ ചിലർ മനസ്സ് മാറ്റുന്നത് അങ്ങനെ. നല്ല ജ്ഞാനികൾ അങ്ങനെയാണ്. നല്ല ഗുണദോഷം എടുക്കുമ്പോൾ മനസ്സൊക്കെ മാറി വരും. അതുകൊണ്ട് നല്ല കാര്യങ്ങൾ നീതികൾ പറഞ്ഞിട്ട് ബ്രഹ്മകുലത്തിൽ ജനിച്ച ഭവാനാണ്, ഭവാൻ നല്ല കുലത്തിലാണ് ജനിച്ചത് ഒക്കെ പറയാം. ബ്രഹ്മകുലത്തിൽ ജനിച്ച ഭവാൻ ഇഹ നിർമ്മലൻ എന്ന് ജഗത്രയത്തിൽ എല്ലാവരും സമ്മതിക്കുന്നു. എല്ലാവരും അങ്ങനെയാണ് പറയുന്നത്. താമകമായ ഗുണങ്ങൾ വർണ്ണിപ്പതിനാവതല്ല ഓർക്കിൽ ഗുഹനും അനന്തനോ. ഈ രാവണന്റെ മഹിമ പറയാൻ അനന്തനോ സുബ്രഹ്മണ്യനോ കഴിയയില്ല. ദേവദേവേശ്വരനായ പുരവൈരി സേവകന്മാരിൽ പ്രധാനനല്ലോ ഭവാൻ. പൗലോസ്തനായ കുബേര സഹോദരൻ, അതായത് പൗലോസ്തൻ്റെ ആയ കുബേരൻ്റെ സഹോദരനാണ്. ത്രൈലോക്യ വന്ദനാം പുണ്യജനാധിപൻ. ത്രൈലോക്യങ്ങൾ 3 ലോകത്തിലും ഈ രാവണൻ എല്ലാവരും വന്ദിക്കും. രാക്ഷസ രാജാവാണ്. സാമവേദജ്ഞൻ സമസ്ത വിദ്യാലയൻ വാമദേവാധിവാസാത്മജേന്ദ്രിയൻ വേദവിദ്യാവ്രത സ്നാനപരായണൻ ബോധവാൻ ഭാർഗവ ശിഷ്യൻ വിനയവാൻ. ശുക്രാചാര്യരുടെ ശിഷ്യനാണ്, ഗുരുവാണ് ശുക്രൻ ഇയാടെ. എന്നിരിക്കെ ഭവാൻ എന്ന് യുദ്ധാന്തരെ നന്ന് എത്രയും ഓർത്ത് കൽപ്പിച്ചതും സ്ത്രീവധമായ കർമ്മത്തിന് ആശു നീ ഭാവിച്ചതും തവ ദുഷ്കീർത്തിവർദ്ധനം. ഇതൊക്കെ നല്ല കാര്യങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന മൊത്തവും. എല്ലാവർക്കും സന്തോഷകരമായ കാര്യമാണ് ഈ രാവണൻ. പക്ഷേ ഇപ്പോൾ സ്ത്രീയെ വധിക്കാമെന്നുള്ളത് നിനക്ക് കർമ്മം ഇത് കാരണം നിനക്ക് ദുഷ്കീർത്തി വർദ്ധിച്ച് വരിക്കത്തേ ഉള്ളൂ. ഇതുവരെ അതുണ്ടായില്ല. അതുകൊണ്ട് നിനക്ക് ദുഷ്കീർത്തി വന്നു പോകും. അതുകൊണ്ട് രാത്രിയഞ്ചരേ ഇന്ദ്രപ്രവര പ്രഭു. രാത്രിയഞ്ചരേന്ദ്ര ഇന്ദ്രൻ, അതായത് ഈ രാക്ഷസന്മാരുടെ ഇന്ദ്രനാണ്, രാക്ഷസകുലത്തിൻ്റെ ഇന്ദ്രനാണ് ഈ രാവണൻ. അതുകൊണ്ട് രാത്രിയഞ്ചരേന്ദ്ര പ്രവര പ്രഭു മയാ സാർത്ഥം വിരവോട് പോരിനായി യുദ്ധത്തിനായി നീ തിരിച്ചു വരൂ, നമുക്ക് പോകാം. മാനവന്മാരെയും വാനരന്മാരെയും മാനിനെ പോർ ചെയ്ത് കൊന്നുകളഞ്ഞു നീ ജാനകി ദേവിയെ പ്രാപിച്ചു കൊള്ളുക. മാനസതാപവും ദൂരം നീക്കിയിടുക. ഇവരെല്ലാം കൊന്നിട്ട് നിനക്ക് ദേവിയെ സ്വീകരിക്കാം. നീതിമാനായ സുഭാർശൻ പറഞ്ഞത് യാതുധാനാധിപൻ കേട്ട് സന്തോഷമായി ഇത്രയും പറഞ്ഞപ്പം തിരിഞ്ഞു. ആസ്ഥാന മണ്ഡപേ ചെന്നിരുന്ന് എത്രയും ആസ്തയാ മന്ത്രികളോട് നിരൂപിച്ചു.
ശിഷ്ടരായുള്ള നിശാചരന്മാരുമായി പുഷ്ടരോഷം പുറപ്പെട്ടത് പോരിനായി. അങ്ങനെ യുദ്ധത്തിനായി പോയി. ചെന്ന് രക്ഷോബലം രാമനോടേറ്റളവ് ഒന്നൊഴിയാതെ ഒടുക്കിനാൻ രാമനും. മന്നവൻ തന്നോട് എതിർത്തിതു രാവണൻ തിന്നു പോർ ചെയ്താൻ അഭേദമായി നിർഭയം. ഭയം കൂടാതെ നിന്ന് യുദ്ധം ചെയ്യുന്നു. പിന്നെ രഘുത്തമൻ ബാണങ്ങളെയ്ത് ഭിന്നമാക്കിയിടാൻ രാവണദേഹവും. ബാണങ്ങളിങ്ങനെ രാഘവൻ എയ്തെഴുതുമ്പോൾ ദേഹത്തിനൊക്കെ ക്ഷീണം ഉണ്ടായി, ഭിന്നിച്ചു. അവിടെയൊക്കെ അമ്പ് കൊണ്ട് വല്ലാതായി. പാരം മുറിഞ്ഞ് തളർന്ന് വശം കെട്ടു ധീരതയും വിട്ടു വാങ്ങി ദശാനനൻ. അങ്ങനെ ശരീരമൊക്കെ തളർന്ന് വല്ലാതായിട്ട് തിരിച്ചു പോയി. പോരുമിനി മമ പോരുമെന്നോർത്ത് ഭീരുവായി ലങ്കാപുരം പുക്കാനന്തരം. അയാളുടെ ദേഹമൊക്കെ പിന്നെയായി ഒത്തിരിയൊക്കെ കീറി മുറുകെ ചെയ്യുമ്പം വല്ലാതാവുമല്ലോ. അങ്ങനെ പോയി. രാവണൻ്റെ ഇനിയിപ്പോൾ ഹോമം ചെയ്യുന്നതിനാ ശക്തി കിട്ടാൻ, ഇനി നല്ല ബലവാനായിട്ട് വരാൻ, അതിന് ഇനി ഒരു ഹോമം ചെയ്യാനാണ് അയാൾ പോയത്. രാവണൻ്റെ ഹോമ വിഘ്നമാണ്. ഇനി രാവണൻ മുമ്പ് പൂജയായിരുന്നു, അതിൻ്റെ വിഘ്നം ചെയ്ത് ഇനി ഹോമം നടത്തുന്നതിൻ്റെ ഇനി അതിൻ്റെ വിഘ്നം ചെയ്യാണ്. അത് വിഘ്നം വരുത്തും. ശുക്രനെ ചെന്ന് നമസ്കരിച്ച് എത്രയും അപ്പം ശുക്രാചാര്യ ചെന്ന് ഗുരുവല്ലേ ചെന്ന് പറഞ്ഞിട്ട് വേണം അദ്ദേഹത്തിന് അനുഗ്രഹത്തോട് വേണം ഇത് ഹോമം ചെയ്യാൻ. ശുക്രനെ ചെന്ന് നമസ്കരിച്ച് എത്രയും ശുഷ്കവദനായി നിന്നു ചൊല്ലിയിട. നാക്കും ചെറിയെല്ലാം വരണ്ടുണങ്ങിയാൽ അത്ര ക്ഷീണമുണ്ട്. അങ്ങ് ചെന്ന് ചൊല്ലിയിട്ട് ഞാൻ പറഞ്ഞു. ശുക്രാചാര്യോട് പറയുന്നു, അർക്കാത്മജാതീയ മർക്കട വീരരും അർക്കാന്നയോ ഉത്ഭൂതനാകിയ രാമനും ഒക്കെ ഒരുമിച്ച് വാരധിയും കടന്ന് ഇക്കരെ വന്ന് ലങ്കാപുരം പ്രാപിച്ചു. ശക്രാരുമുഖ്യ നിശാചരന്മാരെയും ഒക്കെ ഒടുക്കി ഞാൻ ഏകാഗിയായിതു. എല്ലാവരെയും കൊന്നു. അവർ ഇക്കരെ വന്നു, ലങ്കയും കഴിഞ്ഞ് വന്നിട്ട് അങ്ങനെ എല്ലാവരും ഒടുക്കി. ഇനി ഞാൻ ഏകാഗി, ഞാൻ ഒരുത്തനെ ഇനി ഉള്ളു. ദുഃഖം ഉൾക്കൊണ്ടിരിക്കുമാറായതു. അത്രമാത്രം ദുഃഖം എനിക്കുണ്ട്. സൽഗുരു, ഞാൻ തവ ശിഷ്യനല്ലോ, അങ്ങയുടെ ശിഷ്യനല്ലേ ഞാൻ, എൻ്റെ ഗുരുവല്ലേ അങ്ങ്. അതുകൊണ്ട് വിജ്ഞാനിയാകിയ രാവണനാൽ ഇത് വിജ്ഞാപിതനായ ശുക്രമഹാമുനി രാവണനോട് ഉപദേശിച്ചതെങ്കിൽ നീ ദേവതമാരെ പ്രസാദം വരുത്തുക. അതെങ്കിലും നീ എൻ്റെ ശിഷ്യനാണല്ലോ, നിനക്ക് സങ്കടം ഉണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യൂ, നീ ദേവതമാരെ പ്രസാദം വരുത്തുക. ശീഘ്രം ഒരു ഗുഹയും തീർത്ത് ശത്രുക്കൾ തോൽക്കും പ്രകാരം രഹസ്യ സ്ഥലം വേണം. ആരും വന്ന് കണ്ടാൽ അത് മുടക്കത്തില്ല. അതുകൊണ്ട് ആരും കാണാത്ത രഹസ്യമായ സ്ഥലത്ത് നിന്ന് ഹോമം ചെയ്യുക. അപ്പോൾ ശത്രുക്കൾ എല്ലാം തോക്കും. ചെന്നിരുന്നാശു നീ ഹോമം തുടങ്ങുക. വന്നുകൂടും ജയമെന്നാൽ നിനക്കിടോ, എന്നാൽ നിനക്ക് ജയമുണ്ടാകും. വിഘ്നം വരാതെ കഴിഞ്ഞുകൂടുന്നാകിൽ അഗ്നികുണ്ഡത്തിൽ നിന്ന് പുറപ്പെടും ബാണതൂണീര ചാപ അശ്വരഥാദികൾ. അതായത് വിഘ്നം വരാതെ ഈ ഹോമം മുഴിപ്പിച്ചാൽ നിനക്ക് അഗ്നികുണ്ഡത്തിൽ നിന്ന് എന്ത് കിട്ടും? ബാണവും തൂണീര ചാപ അശ്വരഥാദികളെല്ലാം അതിൽ നിന്ന് വരും. വാനവരാലും അജയനാം. പിന്നെ നീ ദേവേന്ദ്രനെ പോലും എല്ലാവരെയും നീ ജയിക്കും, അജയനാകും, എല്ലാവരെക്കാൾ നീ ജയിച്ചു വരും. പിന്നെ നീ മന്ത്രം ഗ്രഹിച്ചുകൊള്ളുക എന്നോട്. അതിന് നീ എന്നിൽ നിന്ന് മന്ത്രം ഗ്രഹിക്കൂ എന്ന് ഞാൻ പറഞ്ഞു തരാം. മന്ത്രം ഗ്രഹിച്ചുകൊള്ളുക എന്നോട് സാധനം അന്തരമെന്നിയേ ഹോമം കഴിക്കുക നീ. എന്നിട്ട് ചെന്ന് മന്ത്രം മനസ്സിലാക്കിയിട്ട് ചെന്ന് ഹോമം ചെയ്യൂ. ശുക്രമുനിയോട് മൂലമന്ത്രം കേട്ടു. രക്ഷോഗണാധിപനാകിയ രാവണൻ പന്നകലോക സമാനമായി തീർത്തിതു. അതായത് പാതാളം പോലെ അടിയിലോട്ടം കുഴിച്ച് അങ്ങ് താഴേക്ക് കുഴിച്ചിട്ടാണിത്. പുറമേ അല്ല, ആരും കാണാതിരിക്കാൻ. മന്ദിരത്തിനകത്താണ്, പുറത്തല്ല. അങ്ങനെ താഴേക്ക് ഒരു മുറിക്കകത്ത് അങ്ങനെ താഴേക്ക് കുഴിച്ചാൽ മതി. അകത്ത് നിന്ന് പാതാളത്തിലോട്ട് നിന്നിട്ട് ഹോമം ചെയ്യാം. അങ്ങനെ തങ്ങളുടെ മന്ദിരം തന്നിൽ ഗുഹാതലം പന്നകലോക സമാനമായി തീർത്തിതു. തൻ്റെ മന്ദിരം തന്നിൽ ഗുഹ പോലാക്കിയിട്ട് ദിവ്യമാ ഹവ്യാദി ഹോമായ ദ്രവ്യങ്ങൾ തത്ര സമ്പാദിച്ചു കൊണ്ടവൻ പൂജാദ്രവ്യങ്ങളെല്ലാം നെയ്യും പാലും ഹബിസൊക്കെ ഇതൊക്കെ കൊണ്ട് ചെന്നിട്ട് ലങ്കാപുര ദ്വാരമൊക്കെ വെണ്ടിച്ച് അതിൽ ശങ്കാവിഹീനം അകമ്പൊക്കെ ശുദ്ധനായി ധ്യാനം ഉറപ്പിച്ചു. എല്ലാ സാമഗ്രികളെല്ലാം അതിനുവേണ്ടെല്ലാം കൊണ്ടുവന്നിട്ട് എല്ലായിടും അങ്ങ് അടച്ചു കൂട്ടി. അവിടെ അതിലേക്ക് ഇറങ്ങുന്ന ദ്വാരങ്ങളെല്ലാം പാഷാണം കല്ല് ഇതൊക്കെ കൊണ്ടങ്ങ് അടച്ചു. അദ്ദേഹം ധ്യാനത്തിൽ ഉറച്ചു. തൽഫലം പ്രാർത്ഥിച്ചു. അയാൾക്ക് എന്താ ഫലം വേണം അത് പ്രാർത്ഥിച്ചു. ശത്രുക്കളെല്ലാം നശിപ്പിക്കാനാണല്ലോ പ്രാർത്ഥന. ധ്യാനം ഉറപ്പിച്ച് തൽഫലം പ്രാർത്ഥിച്ചു. മൗനവും ദീക്ഷിച്ചു. ഹോമം തുടങ്ങിനാൻ ഒന്നും മിണ്ടാതെ മൗനവ്രതമായിട്ടിരുന്നുകൊണ്ട് ചെയ്തു. വ്യോമമാർഗത്തോളം ഉദ്ധിതമായൊരു ഹോമധൂപം കണ്ടു രാവണ സോദരൻ. അപ്പോൾ എല്ലാം രഹസ്യമായി ചെയ്തു. പക്ഷേ ഈ ഹോമം ഈ അഗ്നി കൂട്ടുമ്പോൾ അവിടെ പുകയുണ്ടാവും. ഈ പുക എവിടോട്ട് പോകും? വെളിയിലോട്ടല്ലേ പോകുള്ളൂ. മേലോട്ടങ്ങ് പോയി. ഹോമധൂപം കണ്ടു രാവണ സോദരൻ വിഭീഷണനെ കണ്ട് മനസ്സിലായി. സോദരനാരാ? വിഭീഷണൻ. അങ്ങനെ രാമചന്ദ്രനെ കാട്ടിക്കൊടുത്ത് ഞാൻ വിഭീഷണൻ നിന്ന് ശ്രീരാമനോട് പറയുന്നത് ആ മണ്ഡലമൊക്കെ പോകുന്നു, അവിടെ ഹോമം നടക്കുന്നുണ്ട്. ഹോമം തുടങ്ങി ദശാനന മന്നവ ശ്രീരാമ അവിടെ നടക്കുന്നു. ഹോമം കഴിഞ്ഞു കൂടിയിടുകിൽ എന്നുമേ നാം അവനോട് തോറ്റിടും. മഹാരണേ, മഹായുദ്ധത്തിൽ നമ്മൾ തോറ്റിരിക്കും ആ ഹോമം പൂർത്തീകരിച്ചാൽ.
അതുകൊണ്ട് ഹോമം മുടക്കുവാനായി അയച്ചിടുക സാമോദമാശ കവികുലവീരരെ. എല്ലാവരും ചെന്ന് അയച്ചിട്ട് അവരെ ഹോമം മുടക്കൂ. ശ്രീരാമ സുഗ്രീവ ശാസനം കൈക്കൊണ്ട് മാരുതപുത്രാങ്കാദികൾ ഒക്കവേ. അങ്ങനെ ഹനുമാനും ബിന്ദു അങ്കദനും എല്ലാവരുമായിട്ട് പോയി, മുടക്കാൻ പോയി. 100 കോടി പടയോട് മഹാമതിലേറി, വലിയ മതില് ചടന്ന് കയറി. അവിടെ മതിലൊക്കെ ഉണ്ട്. 100 കോടി പടയോടും മഹാമതിലേറി കടന്നങ്ങ് രാവണ മന്ദിരം ബുക്ക് പുരപാലകന്മാരെയും കൊന്ന്. അവിടെ വാതിൽപ്പടിയിലൊക്കെ ആളുകൾ നിൽപ്പുണ്ട്, കാവൽക്കാർ. അവിടെ കൊന്നിട്ടല്ലേ കയറാൻ പറ്റൂ. കൊന്ന് മർക്കടവീരരും ഒരുമിച്ച അനാകുലം എല്ലാവരും ഒന്നിച്ച് തന്നെ ചെന്ന് വാരണ രഥങ്ങളെയും പൊടിച്ചാരാഞ്ഞു തത്ര ദശാസ്യ ഹോമസ്ഥലം വ്യാജാൽ സരമ നിജകര സഞ്ജയ. അതായത് വെച്ചാൽ കൈകൊണ്ട് സരമ, വിഭീഷണന്റെ ഭാര്യയാണ് സരമ, ഇങ്ങനെ കാണിക്കുക. അവിടെ നിന്ന് പറയത്തില്ല, പറഞ്ഞാൽ അവർ കേൾക്കത്തില്ല. അതുകൊണ്ട് രഹസ്യമായിട്ട് കൈകൊണ്ട് കാണിച്ചു കൊടുക്കും. ഇവിടെ ഇന്നടത്ത് നടക്കുന്നു ഹോമം, അത് കൈകൊണ്ട് ആക്ഷൻ കാണിച്ചു കൊടുത്ത്. ആരാണ്? വിഭീഷണന്റെ ഭാര്യ സരമ. വ്യാജാൽ സരമ നിജകര സഞ്ജയ, കരം കൊണ്ട് കൈ സൂചിച്ചതു അങ്ങനെ കാണിച്ചു കൊടുത്ത്. ദശഗ്രീവ ഹോമസ്ഥലം, അയാൾ ഹോമ സ്ഥലം കൈകൊണ്ട് കാണിച്ചു കൊടുത്തു. ഹോമഗുഹ ദ്വാര ബന്ധന പാഷാണ ആമയഹീനം, പാഷണം കല്ലുകൊണ്ട് ബന്ധിച്ചു. ഗുഹയിലേക്ക് ഇറങ്ങിയപ്പോൾ ദ്വാരം അടച്ച് കല്ലുകൊണ്ട്. ആമയഹീനം പൊടിപെടുത്തങ്ക, ഇതെല്ലാം ഒരു വിഷമം കൂടാതെ ഈ അംഗതെല്ലാം പൊടിച്ച് പറിച്ചെടുത്തു, കല്ലെല്ലാം ഉരുട്ടിക്കളഞ്ഞു. തത്ര ഗുഹയിൽ അകമ്പുക്ക നേരത്ത് നക്തഞ്ചരേന്ദ്രനെ കാണായി തന്തികെ. ഗുഹയിലേക്ക് ഇറങ്ങി അങ്കദൻ. എന്നിട്ട് ഉറക്കെ എല്ലാവരും തത്ര ഗുഹയിൽ അകമ്പുക്ക നേരത്ത് നക്തഞ്ചരേന്ദ്രനെ കാണായി അന്തികെ. മറ്റുള്ള അവർകളും അങ്കദാനുജയ തെറ്റെന്ന് ചെന്ന് ഗുഹയിലിറങ്ങിനാർ. കണ്ണുമടച്ചു ഇരിക്കും ആ പുണ്യദിനാധിപനെ കണ്ടു. വാനരൻ ആ രാവണനെ കണ്ടു, ധ്യാനിച്ചിരിക്കുന്നവനെ കണ്ടു. വാനരന്മാര് താടിച്ചു പുറത്ത് ജനങ്ങളെ പീഡിച്ചു കൊള്ളുകയും സംഭാര സഞ്ചയം ഹോമദ്രവ്യങ്ങളെല്ലാം ഹോമദ്രവ്യങ്ങൾ ഒത്തിരി പൂജദ്രവ്യങ്ങളുണ്ട്. ഇതെല്ലാം കൂടെ എന്ത് ചെയ്ത് ഈ കുരങ്ങന്മാർ എടുത്ത് കുണ്ടത്തിലൊക്കെ ഒരിക്കലേ അങ്ങ് ഹോമിച്ചു. ഓരോന്ന് ഇന്നതങ്ങനെ എടുക്കും, ഇങ്ങനെ ഹോമിക്കണമെന്ന് അത് എല്ലാം കൂടെ വാരി എടുത്ത് കുണ്ടത്തിലങ്ങ് ഇട്ട്, ഹോമകുണ്ടത്തിലങ്ങ് ഇട്ട് ഈ വാനരന്മാർ മുടക്കുന്ന അങ്ങനെയല്ലയോ. സംഭാര സഞ്ചയം കുണ്ടത്തിലൊക്കെ ഒരിക്കലേ ഹോമിച്ച് ഖണ്ഡിച്ചതും ലഘു മേഖലാജാലവും പൂണുനൂലും കണ്ടിച്ചു കളഞ്ഞു രാവണന്റെ മെയിൽ നിന്ന്. രാവണൻ കയ്യിലിരുന്ന മഹൽ സ്രുവം പാവനി ശീഘ്രം പിടിച്ചു പറിച്ചുടൻ ഹനുമാൻ പിടിച്ചു പറിച്ചു. എന്നിട്ട് താടനം ചെയ്താൽ അതുകൊണ്ട് ഈ പിടിച്ചു പറിച്ച എന്തോ ഒരു സംഭവമുണ്ട്, കമ്പോലിരിക്കുന്ന മഹൽ സ്രുവം, ഈ ഒക്കെ ഇങ്ങനെ ഒഴിക്കുന്നൊരു കാര്യമായിരിക്കും. അതും കൊണ്ട് താടനം ചെയ്താൽ അതുകൊണ്ട് സത്യം എന്താ താടനം വെച്ചാൽ എന്താ വലിയ ഊക്കിൽ ചെയ്യുന്നതല്ല, ഈ ധ്യാനിച്ചിരിക്കുന്ന ആളിനെ ഉണർത്തണം, അതിൽ നിന്ന് എണീപ്പിക്കണം. എണീച്ചെങ്കിലേ അത് മുടക്കമുള്ളൂ. അവിടുന്ന് എഴുന്നേക്കാതെ അതിൽ നിന്ന് ധ്യാനിച്ചിങ്ങനെ എന്തു വന്നാലും അനങ്ങാതെ ഇരുന്നാൽ ധ്യാനം മുടങ്ങിയില്ലെന്നർത്ഥം. അയാൾ അനങ്ങാതെ ഇരുന്ന്. അപ്പോൾ താടനം ചെയ്താൽ അതുകൊണ്ട് സത്വരം ക്രീഡയാ വാനര ശ്രേഷ്ഠൻ മഹാബലൻ. ക്രീഡയായിട്ട് കളിയായിട്ട് ചെയ്ത് കളിക്ക് കണക്ക് എന്നുവെച്ചാൽ അദ്ദേഹത്തിൻ്റെ കൈയുടെ നഖം കൊണ്ടും പല്ലുകൊണ്ടൊക്കെ ഗാന്ധിയും വിളിച്ചൊക്കെ കുരങ്ങനല്ലയോ, കുരങ്ങന്മാരെങ്ങനെ ചെയ്താൽ അതുപോലൊക്കെ കാണിച്ച് അങ്ങനെ ക്രീഡയാ വാനര ശ്രേഷ്ഠൻ മഹാബലൻ. ദന്തങ്ങൾ കൊണ്ടും നഖങ്ങൾ കൊണ്ടും ദശഗന്ധ വിഗ്രഹം കീറിനാൻ ഏറ്റവും. പല്ലൊക്കെ കൊള്ളും കീറും കുറച്ചൊക്കെ. അപ്പോൾ കന്ധര ഈ രാവണ വിഗ്രഹം ദേഹം അത് കീറിനാൻ ഏറ്റവും. ധ്യാനത്തിന് ഏത് വിളക്കമുണ്ടായാലും എന്തൊക്കെ വന്നിട്ടും അയാൾ ധ്യാനത്തിന് ഒരു ഇളക്കമുണ്ടായാലും മിണ്ടാതെ തന്നെ അവിടെ ഇരുന്ന്. മാനസേ രാവണനും ജയകാംക്ഷയാ ജയത്തിന് വേണ്ടി തന്നെ ഇരിക്കുന്നു. എന്നാലല്ലേ എഴുന്നേക്കാതിരിക്കണമെങ്കിൽ അത് ജയിക്കാൻ വേണ്ടി തന്നെ ഇരിക്കുകയാണ്, അത് മുടങ്ങിക്കൂടല്ലോ. അപ്പോഴെന്തോന്ന് അവരെ കൊണ്ട് അത് അങ്ങനെ വന്നിട്ട് പറ്റിയില്ല, അവർ എഴുന്നേക്കില്ല. കായിലും കാലിലൊക്കെ ഇങ്ങനെയൊക്കെ അള്ളി മറിച്ചിട്ടൊന്നും അയാൾ എണീറ്റില്ല. അതുകൊണ്ട് പിന്നെ എന്താ അടുത്ത പരിപാടി? മണ്ടോദരിയെ പിടിച്ചു വലിച്ചു താൻ മണ്ഡനം എല്ലാം നുറുക്കിയിട്ട് ഞാൻ അലങ്കാരങ്ങളൊക്കെ എന്തൊക്കെയുണ്ട് അതെല്ലാം വലിച്ചു കയറി കളഞ്ഞു. വിശ്രസ്തനീവിയ കഞ്ചുകഹീനയായി വിത്രസ്തയായി വിലാപം തുടങ്ങിനാൾ. മടിക്കുത്തൊക്കെ അഴിഞ്ഞ് പിടിച്ച് വലിച്ചു കഴിച്ചപ്പം എന്നിട്ട് മേൽവസ്ത്രമൊക്കെ നഷ്ടപ്പെട്ടു ഒക്കെ വലിച്ചു കയറി അവിടെയൊക്കെ ഇട്ട് ഉരുട്ടി. എന്തിനാ? ഇവൻ എഴുന്നേക്കാൻ വേണ്ടിയാ. അപ്പോൾ അവർക്ക് വിഷമം വന്ന് ഭയന്നിട്ട് നിലവിളിച്ച് ഈ മണ്ടോദരി പാവമാണ്. വാനരന്മാരുടെ തല്ല് കൊണ്ടിടുവാൻ ഞാൻ എന്ത് ദുഷ്കൃതം ചെയ്തു ദൈവമേ, ഞാൻ എന്ത് ദുഷ്കൃതം ചെയ്തത് ദൈവമേ, എന്നോടിതെല്ലാം കാണിക്കാൻ ഈ വാനരന്മാർ. നാണം നിനക്കില്ലയോ രാക്ഷസേശ്വര? രാവണോട് പറയാം, നിനക്ക് നാണമില്ലേ? മാനം ഭവാനോളമില്ല മറ്റാർക്കുമേ, അത്രത്തോളം മാനമുള്ള ആളല്ലേ? നിന്നോട് മുമ്പിലിട്ട് ആശു കവിവരൻ എന്നെ തലമുടി ചുറ്റി പിടിച്ച് പെട്ട് പാലിഴയ്ക്കുന്നതും കണ്ടിരിപ്പത് പോരെ പരിഭവം ഓർക്കിൽ ജലമതേ. ഇതൊക്കെ കണ്ട് നിനക്കൊരു പരിഭവം തോന്നുന്നില്ലേ? എണീക്കാത്തോണ്ടാണ് പറയുന്നത്, എഴുന്നേക്കാൻ വേണ്ടി അവർ ചെയ്യുന്നത്. എന്തിനായിക്കൊണ്ട് നിൻ ധ്യാനവും ഹോമവും അന്തർഗതം ഇനി എന്തോന്ന് ദുർമത, ഇതിൽ കൂടി എന്താ ഇനി വരാനുള്ളത്? അതുകൊണ്ട് പിന്നെ നിന്റെ ധ്യാനവും ഹോമവും ഒക്കെ എന്താണ്? ജീവിതാശാദേ ബലിയസി മാനസേ
ഹാ വിധി വൈഭവം എത്രയോ അത്ഭുതം, ഇത് എൻ്റെ വിധി വൈഭവമാണ്. അർത്ഥം പുരുഷൻ്റെ ഭാര്യയല്ലോ ഭൂമി, ഈ ഭൂമിയിൽ പുരുഷൻ്റെ പകുതി സ്ത്രീയാണല്ലോ. അർത്ഥം പകുതി പുരുഷൻ്റെ പകുതി സ്ത്രീയാണല്ലോ. വ്യക്തപ്പെടുത്തുന്നതും കണ്ടിരിക്കിയാൽ മൃത്യു ഭവിക്കുന്നത് തന്നെ ഉത്തമമേവനും. ഇങ്ങനെയുള്ളവർക്ക് മരണമാണ് നല്ലത്. കാരണം ഭാര്യ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് ഭർത്താവിൻ്റെ പകുതി ശരീരം ഭാര്യയ്ക്കുള്ളത്. അപ്പോൾ അത്രമാത്രം രണ്ടും ഒന്നാണല്ലോ. എന്നിട്ട് എന്നെ ഇങ്ങനെല്ലാം ചെയ്തിട്ട് ഇയാളിങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് മൂഢ ജലപ്രഭോ, ഇതിനേക്കാൾ ഭേദം മരിക്കുന്നത് തന്നെ എന്നൊക്കെ ഇവർ പറഞ്ഞ് കരയുന്നു. നാണവും പത്നിയും വേണ്ടിയില്ല ഇവന് നാണവും വേണ്ട, അവന് ഭാര്യയും വേണ്ട. പ്രാണഭയം, അത് പ്രാണഭയം, അവൻ്റെ പ്രാണത്തിന് മാത്രമാണ് ഭയമുള്ളത്. അവർ പറയുന്ന അയാളുടെ പ്രാണനാണ് വരുന്നത്. പക്ഷെ ഭാര്യയും വേണ്ട, മാനവും ഒന്നും വേണ്ട. നാണവും പത്നിയും വേണ്ടിയിൽ ഇവന് പ്രാണഭയം കൊണ്ട് മൂഢൻ മഹാഖലൻ. ഭാര്യ വിലാപങ്ങൾ കേട്ട് ദശാനനൻ ധൈര്യം അകന്ന് തൻ വാളുമായി സത്തിന്. അപ്പോഴത്തേക്ക് ധൈര്യമൊക്കെ പോയി ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ. അപ്പോൾ അവിടുന്ന് ധൈര്യമൊക്കെ അകന്ന് അവൻ വാളുമായി എഴുന്നേറ്റ് അങ്കദൻ തന്നോട് അടുത്താൻ. അത് കണ്ട് തുങ്കശരീരികളായ കവികളും രാത്രിയും സുരേശ്വര പത്നിയെയും അയച്ചാർത്ത് വിളിച്ച് പുറത്തു പോന്നിടിനാർ. അപ്പോൾ അവരെ അയച്ച് ഈ കുരങ്ങന്മാരെ പിടിച്ചു വെച്ച് വലിച്ചടിച്ചു നിൽക്കുകയല്ലേ. ഇവൻ എഴുന്നേറ്റപ്പോൾ അവരെ എന്തിനാ വിട്ടത്? ഇവൻ എണീറ്റതുകൊണ്ട്. എന്നിട്ട് അവരെ ആർത്ത് വിളിച്ച് പുറത്ത് പോയി. അവൻ എണീക്കാൻ വേണ്ടിയാണ് ചെയ്തത്, ഈ ഹോമം മുടക്കാൻ വേണ്ടി. ഹോമം അശേഷം മുടക്കി വയമെന്ന് രാമാന്തികയെ ചെന്ന് കൈതൊഴുതിടിനാൻ. അങ്ങനെ രാമനോട് ചെന്ന് പറഞ്ഞു ഹോമം മുടങ്ങി എന്ന്. മണ്ഡോദരിയോട് അനുസരിച്ചെന്നേരം പണ്ഡിതനായ ദശാസനം ചൊല്ലിനാൻ. നാഥേ ധരിക്കാ ദൈവാധീനമൊക്കെയും ജാതനായാൽ മരിക്കുന്നതിന് മുന്നമേ കൽപ്പിച്ചതെല്ലാം അനുഭവിച്ചിരണം. ഇപ്പോൾ അനുഭവിക്കാം ഇത്തരം മാമകം. നാഥേ, അതായത് ഭാര്യയോട് വിളിക്കുന്നത് ദൈവാധീനമൊക്കെയും ധരിക്കുക. ജാതനാൽ നമ്മൾ ജനിച്ചാൽ മരിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. എന്താ നമ്മൾ കൽപ്പിച്ച് വിട്ടേക്കുന്നത് അതെല്ലാം നമ്മൾ അനുഭവിച്ചിരണം. ഇപ്പോൾ അനുഭവം ഇതെൻ്റെ ഇപ്പോഴത്തെ അനുഭവമാണ്. ജ്ഞാനം ആശ്രിത്യ ശോകം കളഞ്ഞിടും. നീ ജ്ഞാനത്തിനെ ആശ്രയിക്കുമ്പോൾ നിന്റെ ശോകം കളയാം. ജ്ഞാനം ആശ്രിത്യ ശോകം കളഞ്ഞിടൂ. നീ ജ്ഞാനവിനാശനം ശോകം അറിയുക. നീ അജ്ഞാന സംഭവം ശോകമാകുന്നത് അജ്ഞാന ജാതം അഹങ്കാരമായതും. അജ്ഞാനം കൊണ്ടാണ് നമുക്ക് ശോകമുണ്ടാകുന്നത്, അറിവില്ലായ്മ കൊണ്ട്. അജ്ഞാനം അഹങ്കാരമാണ്. അജ്ഞാനമുള്ളവർക്ക് അഹങ്കാരവും വർദ്ധിക്കും. അറിവില്ലാത്തത് കൊണ്ടാണ് അജ്ഞാനം ഉണ്ടാകുന്നത്. നശ്വരമായ ശരീരാദികളിലെ വിശ്വാസവും ഒരു അജ്ഞാന സംഭവം. ദേഹമൂലം പുത്രധാരാദിബന്ധവും ദേഹിക്കു സംസാരവും അത് കാരണം. ശോക ഭയ ക്രോധലോഭ മോഹ സ്പൃഹ രാഗ ഹർഷാദി ജരാ മൃത്യു ജന്മങ്ങൾ അജ്ഞാനജങ്ങൾ അഖില ജന്തുക്കൾക്കും അജ്ഞാനം. എല്ലാ അകല കളക നീ ജ്ഞാനസ്വരൂപനം. ആത്മാ പരദ്വയൻ ആനന്ദപൂർണ്ണ സ്വരൂപൻ അലേപകൻ. ഒന്നിനോടില്ല സംയോഗം, അതിന് മറ്റൊന്നിനോടില്ല വിയോഗം ഒരിക്കലും. ഭഗവാൻ പരമാത്മാവിന് ജ്ഞാനസ്വരൂപനാം പരമാത്മാവ് ജ്ഞാനസ്വരൂപൻ ആത്മാ പരനാദ്വയനാണ്. ആനന്ദപൂർണ്ണ സ്വരൂപൻ അലേപകൻ. ഒന്നിനോടുമില്ല ഭഗവാൻ പരമേശ്വരന്, ഒന്നിനോടും എന്തില്ല? സംയോഗമില്ല. സംയോഗം അതിനും മറ്റൊന്നിനോടും ഇല്ല. എന്താ? വിയോഗവുമില്ല. ആരോടും എതിരുമില്ല എന്ന സംഘവും. ആരോടും വിയോഗമില്ല, ആരോടും ഇഷ്ടമില്ലാതില്ല, വിയോഗമില്ല. എന്നാലോ ആരോടും സംഘവുമില്ല, ഒട്ടിച്ചേരലും ഇല്ല. ഈശ്വരന് ഒന്നിനോടില്ല സംയോഗം, അതിന് മറ്റൊന്നിനോടില്ല വിയോഗം ഒരിക്കലും. ആത്മാനം ഇങ്ങനെ കണ്ടു തെളിഞ്ഞുടൻ ആത്മനി ശോകം കളക നീ വല്ലഭേ. ഞാനിനി ശ്രീരാമ ലക്ഷ്മണന്മാരെയും വാനരന്മാരെയും കൊന്നു വന്നിടുവൻ. അല്ലാകിലോ രാമസായകമേറ്റ് കൈവല്യവും പ്രാപിപ്പിനില്ലൊരു സംശയം. എന്നെ രാമൻ കൊല ചെയ്യൽ നീ സീതയെ കൊന്നു കളഞ്ഞുടൻ എന്നോട് കൂടവേ. ഈ രാവണനെ കൊന്നാൽ എന്ത് ചെയ്യണമെന്ന്? സീതയെ കൊന്നിട്ട് വനിയിൽ ചാടി മരിച്ച് ഈ രാവണനോടങ്ങ് ചേരാൻ ഈ മണ്ഡോദരിയോട് പറയുന്നു. രാവണനെ രാമൻ കൊല ചെയ്യൽ നീ സീതയെ കൊന്നു കളഞ്ഞിട്ട് എന്നോട് കൂടവേ. പാവകൻ തങ്ങൾ പതിച്ചു മരിക്കുക, നീ അഗ്നിയിൽ ചാടി മരിക്കുക. പാവകൻ അഗ്നി. ഭാവനയോടും എന്നാൽ ഗതിയും വരും. അങ്ങനെ ചെയ്താൽ നിനക്ക് ഗതി വരും. വ്യഗ്രച്ച് അത് കേട്ട് മണ്ഡോദരി ദശഗ്രീവനോട് യുദ്ധം പറഞ്ഞാൾ. അത് നേരം രാഘവനെ ജയിപ്പാൻ അത് ആർക്കുമേ ലോകത്രയത്തെങ്കിൽ എന്ന് ധരിക്ക നീ. ഈ ലോകത്തിൽ വെച്ച് ആർക്കും ശ്രീരാമൻ ജയിക്കാൻ പറ്റുകയില്ല. സാക്ഷാൽ പ്രധാന പുരുഷോ ഉത്തമനായ മോക്ഷതൻ നാരായണൻ രാമനായതും ദേവൻ മകര അവതാരം അനുഷ്ഠിച്ചത് വൈവസ്വതമനു തന്നെ രക്ഷിച്ചതും രാജീവ ലോചനൻ മുന്നേ 1,00,000 യോജന വിസ്തൃതമായൊരു കൂർമ്മമായി ക്ഷീര സമുദ്ര മഥന കാലേ ഘോരമാം മന്ദരം പൃഷ്ഠയെ ധരിച്ചതും പന്നിയായി മുന്ന ഹിരണ്യാക്ഷനെ കൊന്ന് മനിടം തേറ്റമേൽ വെച്ച് പൊങ്ങിച്ചതും ഘോരനായൊരു ഹിരണ്യകശിപൂതൻ മാരണം കൈ നഖം കൊണ്ട് പിളർന്നതും 3 അടി മണ്ണ് ബലിയോട് യാചിച്ച് മൂലോകവും 3 അടിയായി അളന്നതും
ക്ഷത്രിയരായി പിറന്നോരസുരന്മാരെ യുദ്ധേ വധിപ്പതിനായി ജമദഗ്നിതൻ പുത്രനായി രാമനെ രാമനാമത്തെ ധരിച്ചതും. ക്ഷത്രിയരായി പിറന്നോരസുരന്മാരെ യുദ്ധേ വധിപ്പതിനായി ജമദഗ്നിതൻ പുത്രനായി രാമനാമത്തെ ധരിച്ചതും പൃഥ്വിപതിയായ രാമൻ ഇവൻ തന്നെ. മാർത്താണ്ഡവംശേ ദശരഥപുത്രനായി ധാത്രി സുധാവരനാകിയ രാഘവൻ നിന്നെ വധിപ്പാൻ മനുഷ്യനായി ഭൂതലേ വന്നു പിറന്നതു എന്ന് ധരിക്ക നീ. ഭാര്യ പറഞ്ഞു കൊടുക്കുന്നതാണ് ഭർത്താവിനോട്. അതുകൊണ്ട് യുദ്ധത്തിന് പോയി ജയിക്കാമെന്ന് ധരിച്ച് പോകണ്ട. ഒരിക്കലും ശ്രീരാമനെ ജയിക്കാൻ പറ്റുകയില്ല ഈ ത്രിലോകത്തിൽ ആർക്കും. അത് ഭാര്യയ്ക്കറിയാം, രാവണനും അറിയാം. പക്ഷെ രാവണൻ അങ്ങനെ ചെയ്ത് വൈകുണ്ഠത്തിലേക്ക് പോകണം, അതിനുള്ള ആർത്തിയായി വെമ്പലായത് സമയം അടുത്ത്. അതിന് അങ്ങനെ വരേണ്ടത് വന്നല്ലേ പറ്റൂ. അതാണ് മോക്ഷം കിട്ടണ്ടേ രാവണന്. ഭഗവാൻ വധിച്ചാൽ മോക്ഷം കിട്ടും. അത് മൂന്നാമത്തെ ആകുമ്പം അങ്ങനെ വിധി കിടപ്പുണ്ട്. 3 പ്രാവശ്യം ഈ ദുഷ്ടന്മാർ കംസനായിട്ടും പിന്നെ ശിശുപാലനോ അങ്ങനെ ആരാട്ടൊക്കെ ആയിട്ട് വരണം. പിന്നെ ഇപ്പം അത് എൻ്റെ പേരെന്തോ പറഞ്ഞ രാവണൻ്റെയും അനിയൻ എന്താ ആ പേരങ്ങ് പറഞ്ഞു. മാർത്താണ്ഡ വംശയെ ദശരഥപുത്രൻ ധാത്രി സുതവരനാകിയ രാഘവൻ നിന്നെ വധിപ്പാൻ മനുഷ്യനായി ഭൂതലേ വന്ന് പിറന്ന് അതുമെന്ന് ധരിക്ക നീ. പുത്രവിനാശം വരുത്തുവാനും തവ മൃത്യു ഭവിപ്പാനുമായി നീ അവനുടെ വല്ലഭയെ കട്ടുകൊണ്ടുപോന്നു വൃഥ. നിർലജനാകയാൽ മൂഢാജലപ്രഭു വൈദേഹിയെ കൊടുത്തിടുക രാമന് സോദരനായിക്കൊണ്ട് രാജ്യവും നൽകുക. രാമൻ കരുണാകരൻ പുനരെത്രയും നാം ഈ കാനന മഴക തപസ്സിനായി എല്ലാം ചെയ്തിട്ട് സോദരന് വിഭീഷണന് രാജ്യം നൽകിയിട്ട് സീതയെ കൊണ്ട് ശ്രീമനം കൊണ്ടിട്ട് നമുക്ക് കാനനത്തിൽ പോയി രണ്ടുപേർ കൊണ്ട് സുഖമായി തപസ് ചെയ്ത് നമുക്ക് മോക്ഷത്തിലേക്ക് പോകാം. ഭാര്യ പറയുന്നതാണ്. രാമൻ കരുണാകരൻ പുനരെത്രയും നാം ഇനി കാനനം വാഴുക തപസ്സിനായി. മണ്ടോദരി വാക്ക് കേട്ട് രാവണൻ ചണ്ടപരാക്രമൻ ചൊന്നാൻ അത് നേരെ നേരത്തെ പറഞ്ഞ പേര് കുംഭകർണൻ. കുംഭകർണനാന്ന് തോന്നുന്നു. കുംഭകർണൻ രാവണനും അപ്പോൾ കുംഭകർണനെ വധിച്ചു. കുംഭകർണൻ ഇതെല്ലാം അറിയാൻ ചെയ്യാൻ നല്ല ജ്ഞാനിയാ, ഒരുപാട് ഉപദേശങ്ങൾ കൊടുത്ത ആളാ. പക്ഷേ സംഭവം വന്നേ പറ്റൂ. അത് അതിൻ്റെ തലയിൽ ഇങ്ങനെ വരച്ച് വെച്ചേക്കുന്ന 3 തവണ വന്ന് ഭഗവാനാൽ വധിച്ചിട്ട് തന്നെ മോക്ഷം കിട്ടണം. അത് പിന്നെ അത് മാറ്റാൻ പറ്റത്തില്ലല്ലോ. അതാണ് വേണ്ടുന്നത്. ഞാൻ പേരങ്ങ കുംഭകർണൻ, ഒന്ന് രാവണൻ, അങ്ങനെയാണെന്നാണ് തോന്നുന്നത്. ഇവർ രണ്ടുമാണ്. അപ്പോൾ അനുജനും ജ്യേഷ്ഠനും അവർ. മണ്ടോദരി വാക്ക് കേട്ട് ഇവിടെ വരായി. രാമൻ കരുണാകരൻ പുനരെത്രയും നാം ഇനി കാനനം വാഴുക തപസ്സിനായി. മണ്ടോദരി വാക്ക് കേട്ട് രാവണൻ ചണ്ടപരാക്രമൻ ചൊന്നാൻ അത് നേരം. ക്രൂരതയിൽ പരാക്രമം തികഞ്ഞവൻ ചണ്ടപരാക്രമൻ. അങ്ങനെയുള്ളവൻ പറയുന്നു. പുത്രമിത്ര അമാത്യ സോദരന്മാരെയും മൃത്യു വരുത്തി ഞാൻ ഏകനായി കാനനെ ജീവിച്ചിരിക്കുന്നതും ഭംഗിയല്ലടോ. എല്ലാ മക്കളെയും, അത് സ്വന്തം മക്കളും എല്ലാ അമാത്യന്മാരും സഹോദരങ്ങളെല്ലാം മരിച്ച് എന്നിട്ട് ഇനി അവന് മോക്ഷത്തിന് വേണ്ടി കാലത്തിൽ പോകാൻ യോഗ്യത ഉണ്ടോ? ഒരിക്കലെങ്കിലും പാടുള്ളതാണോ? അതങ്ങനെ ചെയ്യാമോ? ആത്മഹത്യയല്ലേ അതിനെക്കൊണ്ട് ഭംഗി. അതുകൊണ്ട് ഇവൻ പറയുന്നു, അങ്ങനെ പുത്ര മിത്ര അമാത്യ സോദരന്മാരെയും മൃത്യു വരുത്തി അവരെല്ലാം ഇദ്ദേഹം കാണാണല്ലോ മരിച്ചത്. ആ കുട്ടി അവരെല്ലാവരും അതങ്ങനെ വരുന്നത് ഞാൻ ഏകനായി കാനനെ ജീവിച്ചിരിക്കുന്നതും ഭംഗിയല്ലടോ. ഭാവിച്ചവണ്ണം ഭവിക്കയില്ല ഒന്നുമേ. രാഘവൻ തന്നോട് എതിർത്ത് യുദ്ധം ചെയ്ത് വൈകുണ്ഠ രാജ്യം അനുഭവിച്ചിടുവൻ. അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന വണ്ണമൊന്നും നമുക്ക് ഭവിക്കത്തില്ല. ഭഗവാൻ രാഘവൻ തന്നോട് എതിർക്കണം, എനിക്ക് യുദ്ധം ചെയ്യണം, എന്നിട്ട് വൈകുണ്ഠ രാജ്യം അനുഭവിച്ചു. അപ്പം മരിക്കുമെന്നറിയാം, പോകണം. അത് പോകേണ്ട സമയം വരുമ്പോൾ അങ്ങനെയൊക്കെയാണ്. അതിനൊരു കാരണങ്ങളിങ്ങനെ കുമിഞ്ഞു വരും. പെട്ടെന്ന് പോകേണ്ട സമയം അത്രത്തോളം കൂടി വരും ഈ വൃത്തിയുടെ സ്വഭാവങ്ങൾ. എന്നാലല്ലേ ഭഗവാൻ വെക്കം വധിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എനിക്ക് അദ്ദേഹം പറയുന്നത് രാഘവനോട് എതിർത്ത് യുദ്ധം ചെയ്യണം, എന്നിട്ട് വൈകുണ്ഠ രാജ്യം അനുഭവിച്ചിടുവാൻ അതാണ് എനിക്ക് വേണ്ടുന്നത് എന്ന് സന്തോഷമായിട്ട് പറയുന്നു. നമുക്ക് ഇനി അടുത്ത ദിവസം വായിക്കാം അതിൻ്റെ ബാക്കി. എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനെയൊക്കെ വായിക്കാൻ പറ്റുന്നുള്ളൂ മക്കളെ. എല്ലാവരും അത് മനസ്സിലാക്കുക. എൻ്റെ അസുഖങ്ങൾ അറിയുന്ന മക്കളൊക്കെ പറയുന്നുണ്ട് അമ്മയ്ക്ക് വൈകി ഇതൊക്കെ ചെയ്യാതിരിക്കുന്നില്ല നല്ലതെന്ന്. അതുകൊണ്ട് എല്ലാവരും കുറച്ച് മക്കൾ ഇത്രമാത്രം അങ്ങ് അമ്മ ഇട്ട് തരണേട്ടെന്ന് പറയാൻ സ്വന്തം അമ്മയടുത്ത് പറഞ്ഞൊക്കെയല്ലേ എന്നോട് പറയുന്നത്. അവർക്കത് മതി. അതുകൊണ്ടാണ് അവർ സന്തോഷമാണ്. അവർക്ക് വേണ്ടി അത് ഇടുന്നത്. അവർ വായിക്കുക, ഉള്ളതെന്നൊക്കെ അറിയുക, അത്രയേ ഉള്ളൂ. എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം മക്കളെ. ഹരി ഓം ഹരി ഓം ഹരി ഓം.